അക്ബറുടെ സമകാലീനനായിരുന്ന വൃന്ദാവനത്തിൽ ജീവിച്ച് ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ ആലപിച്ച മഹാനായ സംഗീതജ്ഞൻ ആരായിരുന്നു? സ്വാമി ഹരിദാസ്. സ്വാമി ഹരിദാസ് 16-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഭക്തിഗായകൻ കൂടിയായ സംഗീതജ്ഞനായിരുന്നു. വൃന്ദാവനത്തിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം താൻസെന്റെ ഗുരുവും ധ്രുപദ് ശൈലിയുടെ പ്രധാന ആചാര്യനുമായി കണക്കാക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങളിലൂടെ ഇദ്ദേഹം സംഗീതത്തിന് ആത്മീയതയുടെ പുതിയ മാനം നൽകി. അക്ബറുടെ കൊട്ടാരത്തിലെ പ്രശസ്തരായ ചിത്രകാരന്മാരിൽ ചിലർ ആരായിരുന്നു? അബ്ദുസ് സമദ്, ദസ്വാന്ത്, ബസാവൻ. അക്ബറുടെ ഭരണകാലത്ത് ചിത്രകലയ്ക്ക് വലിയ പ്രോത്സാഹനം ലഭിച്ചു. അബ്ദുസ് സമദ്, ദസ്വാന്ത്, ബസാവൻ എന്നിവരായിരുന്നു അക്ബറുടെ കൊട്ടാരത്തിലെ പ്രധാന ചിത്രകാരന്മാർ. ഇവർ മുഗൾ ചിത്രകലയെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. താൻസനെ കൂടാതെ അക്ബറുടെ ഭരണകാലത്തെ പ്രമുഖരായ മറ്റ് സംഗീതജ്ഞർ ആരായിരുന്നു? ബാസ് ബഹദൂർ, ബാബ രാംദാസ്, ബൈജു ബാവ്ര. അക്ബറുടെ കാലഘട്ടം സംഗീതത്തിന് സുവർണ കാലഘട്ടമായിരുന്നു. താൻസനെ കൂടാതെ ബാസ് ബഹദൂർ, മാൽവയിലെ സുൽത്താൻ, ബാബ രാംദാസ്, ബൈജു ബാവ്ര തുടങ്ങിയ നിരവധി പ്രഗത്ഭരായ സംഗീതജ്ഞർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു. ഇവർ മുഗൾ ദർബാറിൽ സംഗീതത്തെ സമ്പന്നമാക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകി. അക്ബറിന്റെ ഭരണസമ്പ്രദായത്തിന്റെ പ്രധാന സവിശേഷത എന്തായിരുന്നു? മൻസബ്ദാരി സമ്പ്രദായം. അക്ബറിന്റെ ഭരണകാലത്ത് രൂപം കൊണ്ട ഒരു സൈനികവും സിവിലുമായ റാങ്കിംഗ് സമ്പ്രദായമായിരുന്നു മൻസബ്ദാരി. ഇത് ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തങ്ങൾ എന്നിവ നിശ്ചയിച്ചു. മൻസബ് എന്നാൽ ഒരു പദവി അല്ലെങ്കിൽ റാങ്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. മൻസബ്ദാരി സമ്പ്രദായം എവിടെ നിന്ന് കടമെടുത്തതാണ്? അതിന് പ്രചോദനം നൽകിയത് എന്തായിരുന്നു? മധ്യേഷ്യയിൽ നിന്ന് മംഗോളിയ കടമെടുത്തത് ഖലീഫ അബ്ബാസ് സയ്യിദ് പ്രചോദനം നൽകി. അക്ബർ തന്റെ മൻസബ്ദാരി സമ്പ്രദായം മംഗോളിയൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ഇത് സൈനികവും ഭരണപരവുമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു റാങ്ക് സമ്പ്രദായമായിരുന്നു. മൻസബ്ദാരി സമ്പ്രദായം മുഗൾ സാമ്രാജ്യത്തിന്റെ അധികാരഘടനയ്ക്ക് അടിത്തറ പാകി. 1562-ൽ പെറ്റിക്കോട്ട് ഗവൺമെന്റ് അവസാനിക്കുന്നതിലേക്ക് നയിച്ചുകൊണ്ട് അക്ബർ ആരെയാണ് വധിച്ചത്? മാഹം അങ്കയുടെ മകൻ അദം ഖാൻ. 1562-ൽ അദം ഖാനെ അക്ബർ വധിച്ചത് മുഗൾ രാജസദസ്സിൽ മാഹം അങ്കയും അവളുടെ ബന്ധുക്കളും ചെലുത്തിയിരുന്ന സ്വാധീനം അവസാനിപ്പിച്ചു. ഈ കാലഘട്ടത്തെയാണ് ചില ചരിത്രകാരന്മാർ പെറ്റിക്കോട്ട് ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത്. അക്ബറിന്റെ പൂർണ്ണ അധികാരം സ്ഥാപിക്കുന്നതിൽ ഈ സംഭവം നിർണായകമായിരുന്നു. അക്ബറിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്ത പ്രമുഖ രാജ്യം ഏതായിരുന്നു? മേവാർ. രജപുത്ര സംസ്ഥാനങ്ങളിൽ മേവാർ മാത്രമാണ് അക്ബറിന്റെ മേൽക്കോയ്മ പൂർണ്ണമായി അംഗീകരിക്കാതെ ദീർഘകാലം ചെറുത്തുനിന്നത്. മഹാറാണ പ്രതാപിന്റെ നേതൃത്വത്തിൽ മേവാർ മുഗളരുമായി നിരന്തരം പോരാടി. ഇത് മുഗൾ സാമ്രാജ്യത്വ വിപുലീകരണത്തിലെ ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. റാണ പ്രതാപിന്റെ മരണശേഷം ജഹാംഗീറുമായി സന്ധിയിൽ ഏർപ്പെട്ട മേവാറിലെ ഭരണാധികാരി ആരായിരുന്നു? റാണ അമർ സിംഗ്. റാണ പ്രതാപിന്റെ മകനായ റാണ അമർ സിംഗ് നിരന്തരമായ യുദ്ധങ്ങൾക്കും നഷ്ടങ്ങൾക്കും ശേഷം 1615-ൽ ജഹാംഗീറുമായി ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു. ഇത് മേവാറിനും മുഗളന്മാർക്കുമിടയിലുള്ള ദീർഘകാല വൈരം അവസാനിപ്പിച്ചു. ഈ സന്ധി മേവാറിന് ചില വ്യവസ്ഥകളോടെ സ്വയംഭരണം ഉറപ്പാക്കി. 1580-ൽ അക്ബറിനെതിരെ കലാപം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫത്വ പുറപ്പെടുവിച്ചത് ആരായിരുന്നു? മുള്ള യാസ്ദി, ജൗൻപൂരിലെ ഒരു മതഗുരു. അക്ബറിന്റെ ഉദാരമായ മതനയങ്ങൾ, പ്രത്യേകിച്ച് ദീൻ-ഇ ഇലാഹി പോലുള്ള സംരംഭങ്ങൾ, യാഥാസ്ഥിതിക ഉലമകളെ പ്രകോപിപ്പിച്ചു. 1580-ൽ ജൗൻപൂരിലെ മുള്ള യാസ്ദി പുറപ്പെടുവിച്ച ഫത്വ അക്ബറിന്റെ നയങ്ങളോടുള്ള മതപരമായ എതിർപ്പിന്റെ സൂചനയായിരുന്നു. ഇത് മുഗൾ ഭരണത്തിനെതിരെ ഒരു ചെറിയ കലാപത്തിന് കാരണമായി. ഫത്തേപൂർ സിക്രിയിലെ പഞ്ചമഹൽ കെട്ടിടത്തിന്റെ ശൈലി ഏതുതരം നിർമ്മിതിക്ക് സമാനമാണ്? ഒരു ബുദ്ധവിഹാരം. ഫത്തേപൂർ സിക്രിയിലെ പഞ്ചമഹൽ അക്ബർ നിർമ്മിച്ച ഒരു 5-നില കെട്ടിടമാണ്. ഇത് ഒരു ബുദ്ധവിഹാരത്തിന്റെ ഘടനയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. വിവിധ മതങ്ങളെയും വാസ്തുവിദ്യാ ശൈലികളെയും ഉൾക്കൊള്ളാനുള്ള അക്ബറിന്റെ താൽപര്യം ഇതിൽ ദൃശ്യമാണ്. അക്ബറിന്റെ സദസ്സിലെ നവരത്നങ്ങൾ ആരെല്ലാമായിരുന്നു? ബീർബൽ, അബുൽ ഫസൽ, താൻസെൻ, തോഡർ മാൽ, ഫൈസി, മാൻ സിംഗ്, അബ്ദുൾ റഹീം ഖാൻ ഇ ഖാനൻ,
മുള്ള ദോ പിയാസ, ഫക്കീർ അസിസുദ്ദീൻ. അക്ബറിന്റെ ഭരണത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സദസ്സ് വിവിധ മേഖലകളിലെ 9 പ്രമുഖ വ്യക്തിത്വങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഇവർ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടു. ഭരണപരമായ കാര്യങ്ങൾ, കല, സാഹിത്യം, സംഗീതം, സൈനിക തന്ത്രങ്ങൾ എന്നിവയിൽ ഇവർ വലിയ സംഭാവനകൾ നൽകി. 1602 അബുൽ ഫസലിന്റെ കൊലപാതകത്തിന് ഉത്തരവാദി ആരായിരുന്നു? ജഹാംഗീറിന്റെ നിർദ്ദേശപ്രകാരം വീർ സിംഗ് ബുന്ദേല. അബുൽ ഫസൽ അക്ബറിന്റെ അടുത്ത സുഹൃത്തും ഉപദേഷ്ടാവും അക്ബർനാമയുടെ രചയിതാവുമായിരുന്നു. ജഹാംഗീർ അന്നത്തെ സലീം രാജകുമാരൻ അക്ബറുമായി വഴക്കിലായിരുന്ന സമയത്ത് തന്റെ പിതാവിന്റെ വിശ്വസ്തനായ ഫസലിനെ വധിക്കാൻ വീർ സിംഗ് ബുന്ദേൽ നിർദ്ദേശം നൽകി. ഈ സംഭവം അക്ബറിന് വലിയ ദുഃഖമുണ്ടാക്കി. അക്ബർ സ്ഥാപിച്ച വിവർത്തന വകുപ്പിന്റെ തലവൻ ആരായിരുന്നു? ഫൈസി. അക്ബറിന്റെ മതപരമായ സഹിഷ്ണുതയുടെ ഭാഗമായി വിവിധ മതഗ്രന്ഥങ്ങളും സംസ്കൃത കൃതികളും പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്യാൻ ഒരു വകുപ്പ് സ്ഥാപിച്ചിരുന്നു. കവി ഫൈസി അബുൽ ഫസലിന്റെ സഹോദരൻ ഈ വകുപ്പിന്റെ തലവനായി പ്രവർത്തിച്ചു. ഇത് സാംസ്കാരിക വിനിമയത്തിനും അറിവിന്റെ പ്രചാരണത്തിനും സഹായിച്ചു. അക്ബറുടെ പ്രോത്സാഹനത്തിൽ സംസ്കൃത രാമായണം പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്തതാര്? അബ്ദുൽ ഖാദിർ ബദായുനി. അക്ബറുടെ ഭരണകാലത്ത് സംസ്കൃത കൃതികൾ പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്യാനായി ഒരു പരിഭാഷാ വകുപ്പ് സ്ഥാപിച്ചിരുന്നു. ഇത് വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു പാലം എന്ന നിലയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക സഹവർത്തിത്വത്തെ എടുത്തുകാണിക്കുന്നു. ബദായുനിയുടെ ഈ വിവർത്തനം മുഗൾ കാലഘട്ടത്തിലെ സാംസ്കാരിക സംയോജനത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. അക്ബറുടെ ഭരണകാലത്ത് ലീലാവതി, കാലിയ ദമൻ എന്നിവ പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഫൈസി ലീലാവതിയും അബുൾ ഫസൽ കാലിയ ദമനും വിവർത്തനം ചെയ്തു. മുഗൾ ചക്രവർത്തി അക്ബറുടെ നവരത്നങ്ങളിൽ പ്രമുഖരായിരുന്നു ഫൈസിയും അബുൾ ഫസലും. ലീലാവതി എന്നത് ഭാസ്കരാചാര്യൻ രചിച്ച ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ്. ഇത് വിവർത്തനം ചെയ്തതിലൂടെ മുഗൾ ദർബാറിൽ ശാസ്ത്രജ്ഞാനത്തോടുണ്ടായിരുന്ന താൽപര്യം വെളിവാക്കുന്നു. കാലിയ ദമൻ പഞ്ചതന്ത്രം കഥകളിൽ നിന്നുള്ള ഒരു ശേഖരമാണ്. ഇത് മുഗൾ കാലഘട്ടത്തിലെ സാഹിത്യപരമായ കൈമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ഹിന്ദി സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? അക്ബറുടെ ഭരണകാലം. മുഗൾ ചക്രവർത്തി അക്ബറുടെ ഭരണകാലം ഹിന്ദി സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രോത്സാഹനം നൽകി. തുളസീദാസ്, സൂരദാസ് തുടങ്ങിയ മഹാരഥന്മാർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. രാമചരിത്മാനസ് പോലുള്ള ഇതിഹാസ കൃതികൾ രചിക്കപ്പെട്ടത് അക്ബറുടെ കാലത്താണ്. ഇത് ഹിന്ദി സാഹിത്യത്തിന് വലിയ സംഭാവന നൽകി. അക്ബർ ബീർബലിനും നരഹരിക്കും നൽകിയ സ്ഥാനപ്പേരുകൾ എന്തൊക്കെയായിരുന്നു? ബീർബലിന് കവിപ്രിയ, നരഹരിക്ക് മഹാപാത്ര എന്നിവ. മുഗൾ ചക്രവർത്തി അക്ബറുടെ സഭയിലെ നവരത്നങ്ങളിൽ പ്രധാനിയായിരുന്നു ബീർബൽ. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും കവിതയെഴുതാനുള്ള കഴിവും അക്ബറെ ആകർഷിച്ചു. കവിപ്രിയ എന്ന സ്ഥാനപ്പേര് ബീർബലിന്റെ സാഹിത്യപരമായ കഴിവുകളെ അംഗീകരിക്കുന്നതായിരുന്നു. അതേസമയം നരഹരിക്ക് ലഭിച്ച മഹാപാത്ര എന്ന പദവിയും അവരുടെ അക്കാദമികവും സാഹിത്യപരവുമായ പ്രാധാന്യം വിളിച്ചോതുന്നു. സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ ക്രമത്തിൽ സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളുടെ പേര് പറയുക. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിരിക്കുന്നു. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹവും നെപ്റ്റ്യൂൺ ഏറ്റവും അകലെയുള്ള ഗ്രഹവുമാണ്. ഈ ക്രമം ഗ്രഹങ്ങളുടെ സ്ഥാനവും സവിശേഷതകളും ഓർമ്മിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ ഗ്രഹങ്ങൾ ഏവ? വ്യാഴം ഏറ്റവും വലുതും ബുധൻ ഏറ്റവും ചെറുതുമാണ്. വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. ഇതിന് മറ്റ് ഗ്രഹങ്ങളുടെ മൊത്തം പിണ്ഡത്തേക്കാൾ കൂടുതൽ പിണ്ഡമുണ്ട്. ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ഇത് ഭൂമിയുടെ ചന്ദ്രനേക്കാൾ അല്പം മാത്രം വലുതാണ്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധൻ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ഇതിന് വളരെ ചെറിയ ഭ്രമണപഥവും ഏറ്റവും കുറഞ്ഞ പരിക്രമണ കാലയളവുമാണുള്ളത്. സൂര്യനെ ചുറ്റാൻ ബുധന് എത്ര ഭ്രമണകാലം ആവശ്യമാണ്? 88 ഭൗമദിവസങ്ങൾ. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമായതിനാൽ അതിന് സൂര്യനെ ഒരു തവണ ചുറ്റാൻ ഏറ്റവും കുറഞ്ഞ സമയമേ ആവശ്യമുള്ളൂ. വെറും 88 ഭൗമദിവസങ്ങൾ കൊണ്ട് ബുധൻ സൂര്യനെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നു.
ബുധന് പ്രകൃതിദത്ത ഉപഗ്രഹങ്ങൾ ചന്ദ്രന്മാർ ഉണ്ടോ? ഇല്ല, ബുധന് ചന്ദ്രന്മാരില്ല. സൗരയൂഥത്തിലെ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് പ്രകൃതിദത്തമായ ഉപഗ്രഹങ്ങളോ ചന്ദ്രന്മാരോ ഇല്ല. സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലവും അവയുടെ സമീപനവുമാണ് ഇതിന് ഒരു കാരണം. പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ സന്ധ്യാതാരം എന്ന് സാധാരണയായി അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. സൂര്യോദയത്തിന് തൊട്ടുമുമ്പോ സൂര്യാസ്തമയത്തിന് തൊട്ടുശേഷമോ ആകാശത്ത് തിളക്കത്തോടെ കാണുന്നതുകൊണ്ടാണ് ശുക്രനെ പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ സന്ധ്യാതാരം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു നക്ഷത്രമല്ല, ഗ്രഹമാണ്. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള ആകാശഗോളം ഏതാണ്? ശുക്രൻ. ശുക്രൻ സൂര്യനിൽ നിന്ന് രണ്ടാമത്തെ ഗ്രഹമാണ്. അതിന്റെ കട്ടിയുള്ള അന്തരീക്ഷം സൂര്യപ്രകാശത്തെ ഫലപ്രദമായി പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത് രാത്രി ആകാശത്ത് വളരെ തിളക്കത്തോടെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് സൂര്യനും ചന്ദ്രനും ശേഷം ഏറ്റവും തിളക്കമുള്ളതായി അനുഭവപ്പെടുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? ശുക്രൻ. ശുക്രന്റെ കട്ടിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷം ഹരിതഗൃഹ പ്രഭാവം ഗ്രീൻഹൌസ് എഫക്ട് ഉണ്ടാക്കുകയും താപം കെട്ടിനിർത്തുകയും ചെയ്യുന്നതിനാലാണ് ഇത് ഏറ്റവും ചൂടേറിയ ഗ്രഹമായി മാറുന്നത്. ബുധൻ സൂര്യനോട് അടുത്തെങ്കിലും ശുക്രനാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ശുക്രന്റെ ഭ്രമണകാലത്തെയും പരിക്രമണകാലത്തെയും കുറിച്ചുള്ള പ്രത്യേകത എന്താണ്? ശുക്രന്റെ ഭ്രമണകാലം 243 ഭൗമ ദിവസങ്ങൾ, അതിന്റെ പരിക്രമണകാലത്തേക്കാൾ 224.7 ഭൗമ ദിവസങ്ങൾ കൂടുതലാണ്. സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിന് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങാനെടുക്കുന്ന സമയം, ഭ്രമണകാലം, സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയത്തേക്കാൾ പരിക്രമണകാലം കൂടുതലായിരിക്കുന്നത് ശുക്രനിൽ മാത്രമാണ്. ഇത് ശുക്രന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്. സൗരയൂഥത്തിലെ മറ്റു മിക്ക ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വിപരീത ദിശയിൽ പ്രതിലോമ ഭ്രമണം കറങ്ങുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. സൗരയൂഥത്തിലെ മിക്ക ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്, എന്നാൽ ശുക്രൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കറങ്ങുന്നത്. ഇതിനെ പ്രതിലോമ ഭ്രമണം റെട്രോഗ്രേഡ് റൊട്ടേഷൻ എന്ന് പറയുന്നു. യുറാനസും ഇതേ രീതിയിൽ കറങ്ങുന്നുണ്ട്, പക്ഷേ അതിന്റെ അച്ചുതണ്ട് ചരിവ് മൂലമാണ് അത് സംഭവിക്കുന്നത്. സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നുള്ള ഭൂമിയുടെ സ്ഥാനം എത്രയാണ്? ഭൂമി സൂര്യനിൽ നിന്നുള്ള മൂന്നാമത്തെ ഗ്രഹമാണ്. ഭൂമി സൂര്യനിൽ നിന്നുള്ള മൂന്നാമത്തെ ഗ്രഹമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഗ്രഹവും ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹവുമാണ് ഇത്. സൂര്യനിൽ നിന്ന് ശരാശരി 150 ദശലക്ഷം കിലോമീറ്റർ ദൂരത്താണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ജീവൻ നിലനിൽക്കുന്നതായി അറിയപ്പെടുന്ന ഏക ഗ്രഹം ഏതാണ്? ഭൂമി. ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നതായി ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് കാരണം ദ്രാവക രൂപത്തിലുള്ള ജലത്തിന്റെ സാന്നിധ്യം, അനുയോജ്യമായ അന്തരീക്ഷം, സസ്യജന്തുജാലങ്ങളെ നിലനിർത്തുന്ന താപനില എന്നിവയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള ഭ്രമണത്തിന്റെ ഏകദേശ ദൈർഘ്യം എത്രയാണ്? ഒരു സൈഡീരിയൽ ദിനം ഏകദേശം 23 മണിക്കൂർ 56 മിനിറ്റ് 40 സെക്കൻഡ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഒരു പൂർണ്ണ ഭ്രമണം നടത്താൻ എടുക്കുന്ന സമയമാണ് ഒരു സൈഡീരിയൽ ദിനം. സൂര്യനെ അപേക്ഷിച്ച് ഭൂമിയുടെ സ്ഥാനം മാറുന്നതിനാൽ ഒരു സാധാരണ ദിനം, സോളാർ ദിനം, സൈഡീരിയൽ ദിനത്തേക്കാൾ ഏകദേശം 4 മിനിറ്റ് കൂടുതലാണ്. സൂര്യനു ചുറ്റും ഒരു തവണ പൂർണ്ണമായി കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയമെടുക്കും? ഒരു സൈഡീരിയൽ വർഷം 365.26 ദിവസം. ഒരു സൈഡീരിയൽ വർഷം എന്നത് ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റാനെടുക്കുന്ന യഥാർത്ഥ സമയമാണ്. ഇതാണ് കലണ്ടർ വർഷത്തിലെ 365 ദിവസത്തേക്കാൾ കൂടുതലായി ഒരു അധിക കാൽ ദിവസം വരാനും ഓരോ 4 വർഷം കൂടുമ്പോൾ ഒരു ലീപ് വർഷം, അധിക ഒരു ദിവസം ഉണ്ടാകാനും കാരണം. ഭൂമിയുടെ പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11,200 മീറ്റർ സെക്കൻഡ് അല്ലെങ്കിൽ 11.2 കിലോമീറ്റർ സെക്കൻഡ്. ഒരു വസ്തുവിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് പുറത്തുവിടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. ഈ വേഗതയിൽ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിന് ഭൂമിയിലേക്ക് തിരിച്ചുവരാതെ അനന്തതയിലേക്ക് പോകാൻ കഴിയും. റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് അയക്കാൻ ഈ പ്രവേഗം ആവശ്യമാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് ഒബ്ലിക്വിറ്റി എത്രയാണ്?
23.4 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് ഏകദേശം 23.4 ഡിഗ്രിയാണ്. ഈ ചരിവാണ് ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം. ഈ ചരിവ് ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിലുടനീളം താപനിലയിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകില്ലായിരുന്നു, ഋതുഭേദങ്ങൾ അനുഭവപ്പെടുകയുമില്ലായിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങളും അവയുടെ ഏകദേശ ശതമാനവും എത്രയാണ്? നൈട്രജൻ 78%, ഓക്സിജൻ 20.95%, ആർഗൺ 0.930%, കാർബൺ ഡൈ ഓക്സൈഡ് 0.039%. ഭൂമിയുടെ അന്തരീക്ഷം ജീവൻ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകമാണ്. ഓക്സിജൻ ശ്വസനത്തിന് അത്യാവശ്യമാണ്, അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നു. ഭൂമിക്ക് എത്ര സ്വാഭാവിക ഉപഗ്രഹങ്ങളുണ്ട്? 1. ചന്ദ്രൻ. ഭൂമിക്ക് ഒരു സ്വാഭാവിക ഉപഗ്രഹം മാത്രമേയുള്ളൂ, അതാണ് ചന്ദ്രൻ. ഭൂമിയുടെ ആകർഷണ വലയത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ഏക സ്വാഭാവിക വസ്തുവാണ് ചന്ദ്രൻ. നെപ്റ്റ്യൂൺ അതിന്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാനും സൂര്യനെ ഒരു തവണ വലംവെക്കാനും എത്ര സമയമെടുക്കും? നെപ്റ്റ്യൂൺ അതിന്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ 18 മണിക്കൂറും സൂര്യനെ ഒരു തവണ വലംവെക്കാൻ 165 വർഷവും എടുക്കുന്നു. നെപ്റ്റ്യൂൺ വളരെ വേഗത്തിൽ അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു, ഏകദേശം 18 മണിക്കൂർ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. എന്നാൽ സൂര്യനിൽ നിന്നുള്ള വലിയ ദൂരം കാരണം ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഏകദേശം 165 ഭൗമവർഷങ്ങൾ വേണ്ടിവരുന്നു. നെപ്റ്റ്യൂണിന്റെ പ്രധാനപ്പെട്ട 2 ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ട്രൈറ്റൺ, നെറൈഡ് എന്നിവയാണ്. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഉപഗ്രഹമാണിത്. നെറൈഡ് നെപ്റ്റ്യൂണിന്റെ മൂന്നാമത്തെ വലിയ ഉപഗ്രഹമാണ്, കൂടാതെ വളരെ വികേന്ദ്രീകൃതമായ ഭ്രമണപഥവുമുണ്ട്. പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹമായി പുനർവർഗീകരിച്ചത് എപ്പോഴാണ്? ഏത് സംഘടനയാണ് ഇത് ചെയ്തത്? 2006-ൽ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ (IAU) ആണ് പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹമായി പുനർവർഗീകരിച്ചത്. 2006 ഓഗസ്റ്റ് 24-ന് പ്രാഗിൽ നടന്ന IAU-ന്റെ 26- സ്വരചിഹ്നം ആമത് പൊതുസമ്മേളനത്തിൽ ഒരു ഗ്രഹത്തെ നിർവചിക്കുന്നതിനുള്ള പുതിയ മാനദണ്ഡങ്ങൾ അവതരിപ്പിച്ചു. ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചത്. ഛിന്നഗ്രഹങ്ങൾ എന്നാൽ എന്താണ്? അവ പ്രധാനമായും എവിടെയാണ് കാണപ്പെടുന്നത്? ചെറിയ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റോയിഡുകൾ എന്നും അറിയപ്പെടുന്ന ഛിന്നഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഛിന്നഗ്രഹ വലയത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന പാറക്കഷണങ്ങളാണ്. സൗരയൂഥം രൂപപ്പെട്ടപ്പോൾ അവശേഷിച്ച ശിലാഭാഗങ്ങളാണ് ഛിന്നഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഇവയുടെ പ്രധാന സാന്നിധ്യം. ഏറ്റവും വലിയ ഛിന്നഗ്രഹം ഏതാണ്? സെറസ് സിയറീസ്. സെറസ് സിയറീസ് ഒരു ഛിന്നഗ്രഹമെന്നതിലുപരി ഒരു കുള്ളൻ ഗ്രഹം കൂടിയാണ്. ഇത് ഛിന്നഗ്രഹ വലയത്തിൽ കാണപ്പെടുന്നു. ഒരു ഉൽക്ക സാധാരണയായി എന്താണ് അറിയപ്പെടുന്നത്? അതിന് കാരണമെന്താണ്? ഒരു ഉൽക്കയെ സാധാരണയായി കൊള്ളിമീൻ അല്ലെങ്കിൽ ഉൽക്കാവർഷം എന്നാണ് പറയുന്നത്. ഒരു ധൂമകേതുവിന്റെയോ ഛിന്നഗ്രഹത്തിന്റെയോ അല്ലെങ്കിൽ ഉൽക്കാശിലയുടെയോ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ബഹിരാകാശത്തുനിന്നുള്ള പാറക്കഷണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ വായുവുമായി ഘർഷണം മൂലം ചൂടാകുകയും പ്രകാശിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഉൽക്കകൾ. ഇത് ഷൂട്ടിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നു. ഉൽക്കാശിലകൾ മീറ്റിയറോയിഡ്സ് എന്നാൽ എന്താണ്? അവ ഛിന്നഗ്രഹങ്ങളിൽ നിന്ന് എങ്ങനെ വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉൽക്കാശിലകൾ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ പാറകളോ ലോഹങ്ങളോ ചേർന്ന വസ്തുക്കളാണ്. അവ സാധാരണയായി ഛിന്നഗ്രഹങ്ങളെക്കാൾ ചെറുതാണ്. ചെറിയ തരികൾ മുതൽ ഏകദേശം 1 മീറ്റർ വരെ വലുപ്പമുള്ളവയായിരിക്കും. ഉൽക്കാശിലകൾ മീറ്റിയറോയിഡ്സ് ബഹിരാകാശത്ത് കാണുന്ന ചെറിയ പാറകളോ ലോഹക്കഷണങ്ങളോ ആണ്. ഇവ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് കത്തിനശിക്കുമ്പോൾ ഉൽക്കകൾ മീറ്റിയേഴ്സ് എന്നും ഭൂമിയിൽ പതിക്കുമ്പോൾ ഉൽക്കാപിണ്ഡങ്ങൾ മീറ്റിയറൈറ്റ്സ് എന്നും അറിയപ്പെടുന്നു. ധൂമകേതുക്കൾ പ്രധാനമായും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സൂര്യനോട് അടുത്തുവരുമ്പോൾ അവ പ്രകടിപ്പിക്കുന്ന ദൃശ്യ സവിശേഷതകൾ എന്തൊക്കെയാണ്? ധൂമകേതുക്കൾ പ്രധാനമായും മഞ്ഞുകട്ടകളും പാറക്കഷണങ്ങളും ചേർന്ന ചെറിയ സൗരയൂഥ വസ്തുക്കളാണ്.
സൂര്യനോട് അടുത്തുവരുമ്പോൾ അവ ചൂടായി വാതകങ്ങൾ പുറന്തള്ളുകയും ഒരു ദൃശ്യമായ അന്തരീക്ഷവും ഒരു വാലും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ധൂമകേതുക്കളെ അഴുക്കുമഞ്ഞുകട്ടകൾ എന്നും വിളിക്കാറുണ്ട്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ ഉപരിതലത്തിലെ മഞ്ഞുകട്ടകൾ ഉരുകി വാതകങ്ങളായി മാറുകയും ഈ വാതകങ്ങളും പൊടിപടലങ്ങളും ചേർന്ന കോമയും നീണ്ട വാലും രൂപപ്പെടുകയും ചെയ്യുന്നു. ട്രോപോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ്? ട്രോപോപോസ്. ട്രോപോപോസ് എന്നത് ട്രോപോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള നേർത്ത സംക്രമണ പാളിയാണ്. ഈ മേഖലയിൽ താപനില മാറ്റമില്ലാതെ നിൽക്കുകയോ ഉയരം കൂടുമ്പോൾ നേരിയ തോതിൽ കൂടുകയോ ചെയ്യുന്നു. ഇത് ഇരുപാളികളെയും വേർതിരിക്കുന്നു. ഓസോൺ പാളി അടങ്ങിയിരിക്കുന്നതും സൂര്യന്റെ മിക്ക അൾട്രാവയലറ്റ് വികിരണങ്ങളെയും ആഗിരണം ചെയ്യുന്നതുമായ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ഏകദേശം 12 മുതൽ 50 മീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. സ്ട്രാറ്റോസ്ഫിയറിനും മെസോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയുടെ പേരെന്ത്? സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോസ്ഫിയറിനെ മെസോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന നേർത്ത സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപോസ്. ഈ മേഖലയിൽ താപനില ഏകദേശം സ്ഥിരമായി നിലനിൽക്കുന്നു. കൂടാതെ ഇത് സ്ട്രാറ്റോസ്ഫിയറിലെ താപനില വർധനവ് അവസാനിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടുന്തോറും താപനില കുറയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മെസോസ്ഫിയർ. മെസോസ്ഫിയർ സ്ട്രാറ്റോപോസിന് മുകളിലായി ഏകദേശം 50 കിലോമീറ്റർ മുതൽ 85 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ പാളിയിൽ ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി കുറയുന്നു. കൂടാതെ ഭൂരിഭാഗം ഉൽക്കാശിലകളും ഭൂമിയിൽ എത്തുന്നതിനുമുമ്പ് ഇവിടെ വെച്ച് കത്തിയെരിയുന്നു. മെസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖല ഏതാണ്? മെസോപോസ്. മെസോപോസ് എന്നത് മെസോസ്ഫിയറിന്റെ മുകളിലെ അതിർത്തിയും തെർമോസ്ഫിയറിന്റെ താഴത്തെ അതിർത്തിയുമാണ്. ഏകദേശം 80-85 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പുള്ള ഭാഗമായി അറിയപ്പെടുന്നു. ഉയരം കൂടുന്തോറും താപനില അത്യധികം വർദ്ധിക്കുകയും അയണോസ്ഫിയർ അടങ്ങിയിരിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ ഏകദേശം 85 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ പാളിയിൽ സൂര്യനിൽ നിന്നുള്ള ഉയർന്ന ഊർജ്ജമുള്ള അൾട്രാവയലറ്റ് എക്സ്റേ വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതിനാൽ താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. ഇത് അയോണീകരണത്തിന് കാരണമാകുന്നു. അയോണുകൾ അടങ്ങിയിരിക്കുന്നതും റേഡിയോ ആശയവിനിമയത്തിന് പ്രധാനപ്പെട്ടതുമായ തെർമോസ്ഫിയറിന്റെ താഴത്തെ ഭാഗം എന്താണ് അറിയപ്പെടുന്നത്? അയണോസ്ഫിയർ. അയണോസ്ഫിയർ ഏകദേശം 60 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇത് തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ്. സൂര്യപ്രകാശത്താൽ അയോണീകരിക്കപ്പെട്ട വാതക തന്മാത്രകൾ ഇവിടെ കാണപ്പെടുന്നു. ഇത് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ദൂരവ്യാപകമായ ആശയവിനിമയത്തിന് സഹായിക്കുന്നു. തെർമോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സംക്രമണ മേഖലയുടെ പേരെന്ത്? തെർമോപോസ്. തെർമോപോസ് എന്നത് തെർമോസ്ഫിയറിന്റെ മുകളിലെ അതിർത്തിയാണ്. ഈ മേഖലയ്ക്ക് മുകളിലാണ് ഭൂമിയുടെ അന്തരീക്ഷം ക്രമേണ ബഹിരാകാശവുമായി ലയിച്ചുചേരുന്ന എക്സോസ്ഫിയർ ആരംഭിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്നതും പുറംഭാഗത്തുള്ളതുമായ പാളി ഏതാണ്? അത് ആത്യന്തികമായി സൗരവാതവുമായി ലയിക്കുന്നു. എക്സോസ്ഫിയർ. ഏകദേശം 600 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ആരംഭിച്ച് ബഹിരാകാശത്തേക്ക് വ്യാപിക്കുന്നതാണ് എക്സോസ്ഫിയർ. ഈ പാളിയിലെ കണികകൾക്ക് ഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇത് സൗരവാതവുമായി ലയിക്കുന്നു. എക്സോസ്ഫിയറിൽ പ്രധാനമായും കാണുന്ന പ്രധാന വാതക ഘടകങ്ങൾ ഏവ? ഹീലിയം, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. എക്സോസ്ഫിയറിൽ പ്രധാനമായും നേരിയ വാതകങ്ങളായ ഹൈഡ്രജനും ഹീലിയവുമാണ് കാണപ്പെടുന്നത്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ നേരിയ അംശങ്ങളും ഈ പാളിയിൽ ഉണ്ടാകാം. എന്നാൽ വളരെ കുറഞ്ഞ സാന്ദ്രതയിലാണ് ഇവ നിലനിൽക്കുന്നത്. അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നീ ആകാശ പ്രതിഭാസങ്ങൾ പ്രധാനമായും ഏത് അന്തരീക്ഷ പാളിയിലാണ് നിരീക്ഷിക്കപ്പെടുന്നത്?
എക്സോസ്ഫിയറിന്റെ താഴത്തെ ഭാഗത്തും തെർമോസ്ഫിയറിന്റെ അയണോസ്ഫിയറിന്റെ മുകൾ ഭാഗവുമായി ലയിച്ച്. അറോറകൾ, ധ്രുവദീപ്തികൾ പ്രധാനമായും കാണപ്പെടുന്നത് തെർമോസ്ഫിയറിന്റെ മുകൾ ഭാഗത്തും അയണോസ്ഫിയറിന്റെ താഴത്തെ ഭാഗത്തുമാണ്. സൂര്യനിൽ നിന്നുള്ള ചാർജ് ചെയ്ത കണികകൾ ഭൂമിയുടെ കാന്തികക്ഷേത്രവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷ വാതകങ്ങൾ ഉത്തേജിതമാവുകയും പ്രകാശം പുറത്തുവിടുകയും ചെയ്യുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം. ഭൂമിയെ ചുറ്റുന്ന ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും സാധാരണയായി ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ഥാപിക്കപ്പെടുന്നത്? എക്സോസ്ഫിയർ. ഭൂമിയെ ചുറ്റുന്ന മിക്ക ഉപഗ്രഹങ്ങളും എക്സോസ്ഫിയറിലും അതിനു മുകളിലുള്ള ബഹിരാകാശത്തുമാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഈ പാളിയിൽ വായുവിന്റെ സാന്ദ്രത വളരെ കുറവായതിനാൽ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ പ്രതിരോധം മാത്രമേ നേരിടേണ്ടി വരുന്നുള്ളൂ. ഇത് അവയുടെ ദീർഘകാല പ്രവർത്തനത്തിന് സഹായകമാണ്. സൈമൺ കമ്മീഷനെ നിയമിച്ചത് എപ്പോഴാണ്? ആരുടെ നേതൃത്വത്തിലായിരുന്നു അത്? 1927 നവംബറിൽ ജോൺ സൈമണിന്റെ നേതൃത്വത്തിൽ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രവർത്തനം അവലോകനം ചെയ്യാനും ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടിയാണ് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്. ഇതിലെ എല്ലാ അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നതിനാൽ ഇന്ത്യയിൽ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചത് എപ്പോഴാണ്? അതിനെതിരായ പ്രതിഷേധങ്ങൾക്കിടെ എന്താണ് സംഭവിച്ച ഒരു പ്രധാന സംഭവം? 1928 ഫെബ്രുവരി 3 ലാലാ ലജ്പത് റായ്ക്ക് ലാത്തിച്ചാർജിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തു. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിലുടനീളം പ്രതിഷേധങ്ങൾ നടന്നു. ലാഹോറിൽ നടന്ന പ്രകടനത്തിനിടെ പോലീസ് ലാത്തിച്ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ലാലാ ലജ്പത് റായ് 1928 നവംബർ 17 അന്തരിച്ചു. നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ചത് എപ്പോഴാണ്? ആരുടെ അധ്യക്ഷതയിലായിരുന്നു അത്? 1928 ഓഗസ്റ്റിൽ പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു. സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തെ തുടർന്ന് ഇന്ത്യൻ നേതാക്കൾക്ക് സ്വന്തമായി ഒരു ഭരണഘടന തയ്യാറാക്കാൻ കഴിയുമോ എന്ന ബ്രിട്ടീഷ് വെല്ലുവിളിയുടെ പ്രതികരണമായി നെഹ്റു റിപ്പോർട്ട് രൂപീകരിച്ചു. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി, മൗലികാവകാശങ്ങൾ, ഫെഡറൽ ഘടന എന്നിവ റിപ്പോർട്ട് ശുപാർശ ചെയ്തു. ബർദോളി സത്യാഗ്രഹം നടന്നത് എപ്പോഴാണ്? ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 1928 ഒക്ടോബറിൽ സർദാർ പട്ടേൽ. ബ്രിട്ടീഷ് സർക്കാർ കർഷകർക്ക് അമിതമായ നികുതി ചുമത്തിയതിനെതിരെ ഗുജറാത്തിലെ ബർദോളിയിൽ നടന്ന നികുതി നിഷേധ പ്രക്ഷോഭമായിരുന്നു ഇത്. ഈ സമരത്തിന്റെ വിജയമാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പദവി നേടിക്കൊടുത്തത്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബ് കേസ് നടന്നത് എപ്പോഴാണ്? ഇതിൽ ആരെല്ലാമാണ് ഉൾപ്പെട്ടിരുന്നത്? 1929 ഏപ്രിൽ 8 ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. തൊഴിലാളി വിരുദ്ധ ബില്ലുകൾക്കെതിരെ പ്രതിഷേധിക്കാനും ബധിരരായ ബ്രിട്ടീഷ് സർക്കാരിനെ കേൾപ്പിക്കാനും വേണ്ടിയാണ് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞത്. ആരും മരിച്ചില്ലെങ്കിലും ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായി. ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പ്രധാന പ്രമേയം ഏതാണ്? അത് എപ്പോഴാണ് നടന്നത്? പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രമേയം 1929 ഡിസംബർ. 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം ആദ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഈ പ്രമേയം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ വിമോചനത്തിനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു. ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനമെടുത്തതും ഈ സമ്മേളനത്തിലായിരുന്നു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പ് ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1930 ജനുവരി 26. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയതിനെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അന്നുമുതൽ 1947 വരെ ഈ ദിവസം സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചുപോന്നു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നതോടെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം നിലനിർത്തി റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി. ദണ്ഡിയാത്ര നടന്നത് എപ്പോഴാണ്? അതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 5 വരെ മഹാത്മാഗാന്ധി ഉപ്പ് നിയമം ലംഘിച്ചു.
ഉപ്പ് നിയമങ്ങൾ ലംഘിക്കുന്നതിനായി 1930 മാർച്ച് 12 മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ അഹിംസാത്മകമായ ഈ യാത്ര സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ആരംഭമായിരുന്നു. 24 ദിവസം നീണ്ടുനിന്ന ഈ പദയാത്രയിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയ ജനകീയ മുന്നേറ്റം സാധ്യമാക്കി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ്? 1930 ഏപ്രിൽ 6. ദണ്ഡിയാത്രയുടെ സമാപനത്തോടുകൂടി 1930 ഏപ്രിൽ 6 മഹാത്മാഗാന്ധി ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. ബ്രിട്ടീഷ് സർക്കാരിന്റെ അനീതിക്കെതിരായ ഈ പ്രസ്ഥാനം ജനങ്ങളെ നിയമലംഘനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായി മാറുകയും ചെയ്തു. ഒന്നാം വട്ടമേശ സമ്മേളനം എപ്പോൾ, എവിടെ വെച്ച് നടന്നു, ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ? 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെ ലണ്ടനിൽ വെച്ച് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് അധ്യക്ഷത വഹിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ലണ്ടനിൽ വെച്ച് നടന്ന ആദ്യ വട്ടമേശ സമ്മേളനമാണിത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡിന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്കാളിത്തമില്ലായ്മ കാരണം വലിയ വിജയമായിരുന്നില്ല. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എപ്പോഴാണ്? അതിന്റെ പ്രധാന ഫലം എന്തായിരുന്നു? 1931 മാർച്ച് 5 സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് മഹാത്മാഗാന്ധിയും വൈസ്രോയി ഇർവിൻ പ്രഭുവും തമ്മിൽ ഡൽഹിയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാനും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനും സമ്മതിച്ചു. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് എപ്പോഴാണ്? അതിൽ പങ്കെടുത്ത പ്രമുഖ ഇന്ത്യൻ നേതാവ് ആരായിരുന്നു? 1931 സെപ്റ്റംബർ 7 മുതൽ ഡിസംബർ 1 വരെ മഹാത്മാഗാന്ധി. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായി 1931 ലണ്ടനിൽ വെച്ച് നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മഹാത്മാഗാന്ധി പങ്കെടുത്തു. എന്നാൽ ഇന്ത്യയുടെ ഭാവി ഭരണഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയിലെത്താൻ സാധിക്കാതെ സമ്മേളനം പരാജയപ്പെട്ടു. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? അതിന്റെ പ്രധാന വ്യവസ്ഥ എന്തായിരുന്നു? 1932 ഓഗസ്റ്റ് 16 ദളിതർക്ക്, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് 1932 ഓഗസ്റ്റ് 16 പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യയിലെ വിവിധ മത, സാമൂഹിക വിഭാഗങ്ങൾക്ക് പ്രത്യേക വോട്ടവകാശവും പ്രാതിനിധ്യവും നൽകുന്നതായിരുന്നു. ഇത് ദളിതർക്ക്, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ അനുവദിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത വളർത്താൻ ലക്ഷ്യമിട്ടു. പൂന ഉടമ്പടി ഒപ്പുവെച്ചത് എപ്പോഴാണ്? പ്രധാന ഒപ്പുവെച്ചവർ ആരായിരുന്നു? 1932 സെപ്റ്റംബർ 24 മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി.ആർ. അംബേദ്കറും. കമ്മ്യൂണൽ അവാർഡിനെതിരെ മഹാത്മാഗാന്ധി നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് 1932 സെപ്റ്റംബർ 24 പൂനെയിലെ യർവാദ ജയിലിൽ വെച്ച് ഗാന്ധിയും ഡോക്ടർ ബി.ആർ. അംബേദ്കറും തമ്മിൽ പൂന ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടി പ്രകാരം ദളിതർക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ ഒഴിവാക്കി സംവരണ സീറ്റുകൾ അനുവദിച്ചു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന അനുരഞ്ജനമായിരുന്നു. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എപ്പോഴാണ്? അതിനോടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? 1932 നവംബർ 17 കോൺഗ്രസ് പങ്കെടുത്തയില്ല. 1932 നവംബർ 17 ലണ്ടനിൽ വെച്ച് നടന്ന മൂന്നാം വട്ടമേശ സമ്മേളനം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുടെ അവസാന ഘട്ടമായിരുന്നു. ഈ സമ്മേളനത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തിരുന്നില്ല. ഇത് സമ്മേളനത്തിന്റെ പ്രാധാന്യം കുറച്ചു. ഈ സമ്മേളനങ്ങളിലെ ചർച്ചകൾക്ക് ശേഷമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് രൂപീകരിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്ന് അതിന്റെ പ്രധാന സ്ഥാപകർ ആരെല്ലാം? 1934 ജയപ്രകാശ് നാരായൺ, മിനു മസാനി, എം.എസ്. ജോഷി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 രൂപീകരിക്കപ്പെട്ടു. ഇത് കോൺഗ്രസിനുള്ളിൽ ഒരു ഇടതുപക്ഷ വിഭാഗമായി പ്രവർത്തിക്കുകയും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ജയപ്രകാശ് നാരായൺ, മിനു മസാനി, എം.എസ്. ജോഷി എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന സ്ഥാപകർ.
മുക്തി ദിവസ് മോചന ദിനം എന്നാണ് ആരാണ് ഇത് ആഘോഷിച്ചത്? 1939 ഡിസംബർ 22 മുസ്ലിം ലീഗ്. 1939 ഡിസംബർ 22 മുസ്ലിം ലീഗ് മുക്തി ദിവസ് ആയി ആചരിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചതിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് ഈ ദിനം മോചനദിനമായി ആഘോഷിച്ചത്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് എന്ന് ആരാണ് അത് സ്ഥാപിച്ചത്? 1939 മെയ് സുഭാഷ് ചന്ദ്രബോസ്. 1939 മെയ് മാസത്തിൽ സുഭാഷ് ചന്ദ്രബോസാണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത്. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിനു ശേഷമാണ് സുഭാഷ് ചന്ദ്രബോസ് ഈ ഇടതുപക്ഷ പാർട്ടിയെ രൂപീകരിച്ചത്. പാകിസ്ഥാൻ എന്ന ആവശ്യം ഔദ്യോഗികമായി ഉന്നയിച്ചത് എന്ന് ഏത് സമ്മേളനത്തിൽ വെച്ച്? 1940 മാർച്ച് 22-24 മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനം. 1940 മാർച്ച് 22 മുതൽ 24 വരെ നടന്ന മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ എന്ന ആവശ്യം ഔദ്യോഗികമായി ഉന്നയിക്കപ്പെട്ടത്. ഈ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം പാസാക്കുകയും ഇന്ത്യയുടെ വിഭജനം എന്ന ആശയം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്ന് അന്ന് വൈസ്രോയി ആരായിരുന്നു? 1940 ഓഗസ്റ്റ് 8 വൈസ്രോയി ലിൻലിത്ഗോ. 1940 ഓഗസ്റ്റ് 8-നാണ് വൈസ്രോയി ലിൻലിത്ഗോ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ മുന്നോട്ടുവെച്ച ഒരു നിർദ്ദേശമായിരുന്നു ഇത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് എന്ന് അതിന്റെ തലവൻ ആരായിരുന്നു? 1942 മാർച്ച് സ്റ്റാഫോർഡ് ക്രിപ്സ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന് ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കാൻ 1942 മാർച്ചിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ഈ മിഷന്റെ തലവൻ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് അതിന്റെ പ്രധാന പ്രോപ്പണന്റ് ആരായിരുന്നു? 1942 ഓഗസ്റ്റ് 9 മഹാത്മാഗാന്ധി. 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യത്തോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. സിംല കോൺഫറൻസ് നടന്നത് എന്ന് അതിന്റെ സ്വഭാവം എന്തായിരുന്നു? 1945 ഒരു സർവകക്ഷിയോഗം. 1945-ൽ നടന്ന സിംല കോൺഫറൻസ് ഒരു സർവകക്ഷിയോഗമായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഭാവിയെക്കുറിച്ചും സ്വയംഭരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി വൈസ്രോയി വേവലാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തത്. നാവിക കലാപം എപ്പോൾ, എവിടെ നടന്നു? ഏത് നാവിക യൂണിറ്റാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്? 1946 ഫെബ്രുവരി 18-23 മുംബൈയിൽ HMIS തൽവാർ സൈനികർ റേറ്റിംഗുകൾ ആണ് ഉൾപ്പെട്ടത്. 1946 ഫെബ്രുവരി 18 മുതൽ 23 വരെ മുംബൈയിലാണ് നാവിക കലാപം നടന്നത്. HMIS തൽവാറിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും മോശം തൊഴിൽ സാഹചര്യങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചാണ് ഈ കലാപം നടത്തിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള ഉറപ്പ് നൽകിയത് എന്ന്? 1946 ഫെബ്രുവരി 20. 1946 ഫെബ്രുവരി 20-നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നും ബ്രിട്ടൻ 1948 ജൂണിന് മുൻപ് ഇന്ത്യ വിടുമെന്നും പ്രഖ്യാപിച്ചത്. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിൽ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എപ്പോഴാണ്? അതിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? 1946 മാർച്ച് 24 പെദിക്ക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ചിൽ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനും ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിനുമുള്ള സാധ്യതകൾ പഠിക്കാനാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ് ഈ മിഷനെ അയച്ചത്. പെദിക്ക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നിവരായിരുന്നു ഇതിലെ പ്രധാന അംഗങ്ങൾ. പ്രത്യക്ഷ കർമ്മദിനം ആചരിച്ചത് എപ്പോഴാണ്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് നടത്തിയത്? 1946 ഓഗസ്റ്റ് 16 മുസ്ലിം ലീഗ്.
മുസ്ലിം ലീഗ് 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ കർമ്മ ദിനം ആചരിച്ചത് ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രത്തിനായുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഈ ദിനം രാജ്യത്തുടനീളം വലിയ തോതിലുള്ള വർഗീയ കലാപങ്ങൾക്ക് കാരണമായി. ഇത് ഇന്ത്യയുടെ വിഭജനത്തിലേക്കുള്ള വഴി തുറക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയിൽ ഇടക്കാല സർക്കാർ സ്ഥാപിച്ചത് എപ്പോഴാണ്? അതിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? 1946 സെപ്റ്റംബർ 2 ജവഹർലാൽ നെഹ്റു. 1946 സെപ്റ്റംബർ 2 രൂപീകരിച്ച ഇടക്കാല സർക്കാർ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ രാജ്യഭരണം കൈകാര്യം ചെയ്തു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ സർക്കാരിന്റെ വൈസ് പ്രസിഡന്റ്. വൈസ്രോയി മൗണ്ട്ബാറ്റൻ പ്രസിഡന്റുമായിരുന്നു. മൗണ്ട്ബാറ്റൻ പദ്ധതി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? അതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 1947 ജൂൺ 3. ഇത് ഇന്ത്യയെ വിഭജിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു. 1947 ജൂൺ 3 പ്രഖ്യാപിച്ച മൗണ്ട്ബാറ്റൻ പദ്ധതി ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കുന്നതിനുള്ള രൂപരേഖ നൽകി. പ്രഭു മൗണ്ട്ബാറ്റൻ ആയിരുന്നു ഈ പദ്ധതിക്ക് പിന്നിൽ. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം രൂപപ്പെട്ടത്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? ഏത് പ്രധാന നിയമനിർമ്മാണത്തിലൂടെയാണ് ഇത് സാധ്യമായത്? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947 ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സ്വാതന്ത്ര്യം ഉറപ്പാക്കിയത്. ഇന്ത്യൻ റിപ്പബ്ലിക് സ്ഥാപിച്ചത് എപ്പോഴാണ്? ആരാണ് അതിന്റെ ആദ്യ പ്രസിഡന്റായത്? 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടെ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ്? ആരാണ് ഇത് ആരംഭിച്ചത്? 1951 വിനോബ ഭാവെ. 1951 വിനോബ ഭാവെ തെലങ്കാനയിലെ പോച്ചമ്പള്ളിയിൽ ആരംഭിച്ച ഭൂദാന പ്രസ്ഥാനം ഭൂരഹിതർക്കായി ഭൂമി ദാനം ചെയ്യാൻ ഭൂവുടമകളെ പ്രേരിപ്പിച്ചു. ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഈ പ്രസ്ഥാനം സാമൂഹിക നീതിയും സാമ്പത്തിക സമത്വവും ലക്ഷ്യമിട്ടു. 1765 അലഹബാദ് ഉടമ്പടിയുടെ സമയത്തും ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയപ്പോഴും ബംഗാളിലെ ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. 1765 ഷാ ആലം രണ്ടാമനുമായി ഒപ്പുവച്ച അലഹബാദ് ഉടമ്പടിക്ക് ശേഷം റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ ദിവാൻ അവകാശങ്ങൾ നേടാൻ സഹായിച്ചു. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടന്ന പ്രധാന നിയമങ്ങളും യുദ്ധങ്ങളും ഏവ? വാറൻ ഹേസ്റ്റിംഗ്സ്. ദ്വിഭരണത്തിന്റെ അവസാനം 1772 ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം 1775 മുതൽ 82 വരെ, രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1780 മുതൽ 84 വരെ, സുപ്രീം കോടതി സ്ഥാപിക്കൽ 1774, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. വാറൻ ഹേസ്റ്റിംഗ്സ് 1772 ബംഗാളിലെ ദ്വിഭരണം അവസാനിപ്പിച്ചു. കൂടാതെ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി. അദ്ദേഹത്തിന്റെ കാലത്താണ് സുപ്രീം കോടതി സ്ഥാപിച്ചതും പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയതും പ്രധാന യുദ്ധങ്ങൾ നടന്നതും. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബംഗാളിൽ അദ്ദേഹം അവതരിപ്പിച്ച ഭൂരേഖാ സമ്പ്രദായം ഏതാണ്? ലോർഡ് കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793. ലോർഡ് കോൺവാലിസിനെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവായി കണക്കാക്കുന്നത്. കാരണം അദ്ദേഹം ഭരണനിർവഹണത്തെ കാര്യക്ഷമമാക്കാനുള്ള പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. 1793 ബംഗാളിൽ അദ്ദേഹം നടപ്പിലാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഭൂനികുതി പിരിക്കാനുള്ള അവകാശം ജമീന്ദാർമാർക്ക് സ്ഥിരമായി നൽകി. നിസാമുകളും മറാത്തകളും തമ്മിലുള്ള കാർദ യുദ്ധം 1795 ഏത് ഗവർണർ ജനറലിന്റെ ഭരണകാലത്താണ് നടന്നത്? കൂടാതെ നാട്ടുരാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നയം എന്തായിരുന്നു? സർ ജോൺ ഷോർ. നിസ്സംഗതാ നയം ലെസേ ഫെയർ.
1795 നിസാമുമാരും മറാത്തകളും തമ്മിൽ നടന്ന കാർദ യുദ്ധം സർ ജോൺ ഷോറിന്റെ ഗവർണർ ജനറൽ ഭരണകാലത്താണ് സംഭവിച്ചത്. ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന നിസ്സംഗതാ നയം, പോളിസി ഓഫ് നോൺ ഇന്റർഫെറൻസ് ഓർ ലെസേ ഫെയർ, പിന്തുടരുകയും ചെയ്തു. ഇത് അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ നയതന്ത്രപരമായ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗവർണർ ജനറലാണ് സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ് സിസ്റ്റം നടപ്പിലാക്കിയത്? അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന പ്രധാന യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? വെല്ലസ്ലി പ്രഭു, നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1799, രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം 1803 മുതൽ 05 വരെ. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ് സിസ്റ്റം നടപ്പിലാക്കിയത്. ഈ വ്യവസ്ഥയിലൂടെ നാട്ടുരാജ്യങ്ങളുടെ സൈനിക സ്വയംഭരണം ഇല്ലാതാക്കുകയും ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധവും രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധവും നടന്നത്. വെല്ലൂരിലെ ശിപായി ലഹള ഏത് ഗവർണർ ജനറലിന്റെ ഭരണകാലത്താണ് നടന്നത്? സർ ജോർജ് ബാറോ. 1806 നടന്ന വെല്ലൂരിലെ ശിപായി ലഹള സർ ജോർജ് ബാർലോയുടെ ഗവർണർ ജനറൽ ഭരണകാലത്താണ് സംഭവിച്ചത്. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല വലിയ സൈനിക കലാപങ്ങളിൽ ഒന്നായിരുന്നു. സൈനികരുടെ വസ്ത്രധാരണ രീതികളിലും മതപരമായ ആചാരങ്ങളിലുമുള്ള ബ്രിട്ടീഷ് ഇടപെടലുകളാണ് ഈ ലഹളയ്ക്ക് പ്രധാന കാരണം. മിന്റോ പ്രഭു ഒന്നാമന്റെ ഭരണകാലത്ത് മഹാരാജ രഞ്ജിത് സിംഗുമായി ഒപ്പുവെച്ച പ്രശസ്തമായ ഉടമ്പടി ഏതാണ്? അമൃത്സർ ഉടമ്പടി 1809. മിന്റോ പ്രഭു ഒന്നാമന്റെ കാലത്ത് 1809 മഹാരാജ രഞ്ജിത് സിംഗുമായി അമൃത്സർ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടി സത്ലജ് നദിയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെയും രഞ്ജിത് സിംഗിന്റെ സിഖ് സാമ്രാജ്യത്തിന്റെയും അതിർത്തിയായി നിശ്ചയിക്കുകയും വടക്കുപടിഞ്ഞാറൻ അതിർത്തിയിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തു. ഹേസ്റ്റിംഗ്സ് പ്രഭുവിന്റെ ഭരണകാലത്ത് നടന്ന പ്രധാന യുദ്ധങ്ങളും സൈനിക നീക്കങ്ങളും ഏതൊക്കെയാണ്? ഒന്നാം ആംഗ്ലോ നേപ്പാൾ യുദ്ധം 1814 മുതൽ 16 വരെ, മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം 1817 മുതൽ 18 വരെ, പിണ്ടാരികളുടെ അടിച്ചമർത്തൽ 1817 മുതൽ 18 വരെ. ഹേസ്റ്റിംഗ്സ് പ്രഭുവിന്റെ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ കൂടുതൽ വികസിപ്പിച്ചു. ഗൂർഖകളുമായി നടന്ന ഒന്നാം ആംഗ്ലോ നേപ്പാൾ യുദ്ധം സുഗൌളി ഉടമ്പടിയിൽ കലാശിച്ചു. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം മറാത്ത ശക്തിയെ പൂർണ്ണമായും തകർത്തു. ഈ കാലയളവിൽ പിണ്ടാരികളെ അടിച്ചമർത്തിയത് കേന്ദ്രീകൃത ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കുന്നതിന് സഹായകമായി. ആംഹെർസ്റ്റ് പ്രഭുവിന്റെ ഗവർണർ ജനറൽ ഭരണകാലത്തെ അടയാളപ്പെടുത്തിയ പ്രധാന യുദ്ധവും ഉടമ്പടിയും ഏതാണ്? ഒന്നാം ആംഗ്ലോ ബർമ യുദ്ധം 1824 മുതൽ 26 വരെ, യാണ്ടബു ഉടമ്പടി. ആംഹെർസ്റ്റ് പ്രഭുവിന്റെ കാലത്ത് നടന്ന ഒന്നാം ആംഗ്ലോ ബർമ യുദ്ധം 1824 മുതൽ 26 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വികസിപ്പിക്കുന്നതിന് കാരണമായി. ഈ യുദ്ധം യാണ്ടബു ഉടമ്പടിയിൽ കലാശിച്ചു. ഈ ഉടമ്പടി പ്രകാരം ബർമ ബ്രിട്ടീഷുകാർക്ക് അസം, മണിപ്പൂർ, അരാഗൻ, ടെനാസറിം എന്നീ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തു. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തന്ത്രപ്രധാനമായ നേട്ടങ്ങൾ നൽകി. ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ? അദ്ദേഹത്തിന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ട പ്രധാന സാമൂഹിക പരിഷ്കാരങ്ങളും നിയമനിർമ്മാണങ്ങളും ഏതൊക്കെയാണ്? വില്യം ബെന്റിങ്ക് പ്രഭു. സതീ നിരോധനം 1829, തഗ്ഗി അടിച്ചമർത്തൽ 1830, സ്ത്രീ ഭ്രൂണഹത്യ നിരോധനം 1833 ചാർട്ടർ ആക്ട്. വില്യം ബെന്റിങ്ക് പ്രഭുവായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. അദ്ദേഹത്തിന്റെ ഭരണകാലം നിരവധി പുരോഗമനപരമായ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1829 സതി നിർത്തലാക്കിയതും തഗ്ഗി സമ്പ്രദായം ഇല്ലാതാക്കിയതും സ്ത്രീ ഭ്രൂണഹത്യ നിരോധിച്ചതും ഇതിൽ പ്രധാനമാണ്. 1833 ചാർട്ടർ ആക്ട് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലായി നിയമിക്കുകയും കേന്ദ്രീകൃത ഭരണം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഉപരിതല വിസ്തീർണമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? അത് പ്രധാനമായും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസ്പിയൻ കടൽ പ്രധാനമായും ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസ്പിയൻ കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമാണ്. റഷ്യ, അസർബൈജാൻ, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങളുമായി ഇത് അതിർത്തി പങ്കിടുന്നു. ഇതിനെ ചിലപ്പോൾ ഒരു കടലായോ തടാകമായോ കണക്കാക്കാറുണ്ട്. അതിന്റെ അഗാധമായ ആഴത്തിനും ജൈവവൈവിധ്യത്തിനും പേരുകേട്ടതും റഷ്യയിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രധാന തടാകം ഏതാണ്?
ബൈക്കൽ തടാകം. സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ബൈക്കൽ തടാകം ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ശുദ്ധജല തടാകമാണ്. ലോകത്തിലെ ശുദ്ധജലത്തിന്റെ ഏകദേശം 22% ഈ തടാകത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത് യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളിൽ ഒന്നാണ്. ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ 3 തടാകങ്ങൾ ഏതെല്ലാം? വിക്ടോറിയ തടാകം, ടാങ്കനിക്ക തടാകം, മലാവി തടാകം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് വിക്ടോറിയ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ശുദ്ധജല തടാകമാണ് ടാങ്കനിക്ക. മലാവി തടാകം ഇതിന് ശേഷമാണ് വരുന്നത്. ഈ 3 തടാകങ്ങളും കിഴക്കൻ ആഫ്രിക്കൻ ഭ്രംശ താഴ്വരയുമായി ബന്ധപ്പെട്ടവയാണ്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുകയും സ്പെയിനിനെ യൂറോപ്പ്, മൊറോക്കോയിൽ നിന്ന് ആഫ്രിക്ക വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ജിബ്രാൾട്ടർ കടലിടുക്ക്. തന്ത്രപ്രധാനമായ ഈ കടലിടുക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്നു. യൂറോപ്പും ആഫ്രിക്കയും തമ്മിലുള്ള പ്രകൃതിദത്തമായ അതിർത്തി കൂടിയാണിത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇത് ഒരു പ്രധാന പാതയാണ്. ബെറിംഗ് കടലിനെ പസഫിക് മഹാസമുദ്രം, ചുക്ചി കടലുമായി ആർട്ടിക് മഹാസമുദ്രം ബന്ധിപ്പിക്കുകയും റഷ്യയെ അലാസ്കയിൽ നിന്ന് USA വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ബെറിംഗ് കടലിടുക്ക്. വടക്കേ അമേരിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന ഈ കടലിടുക്ക് പസഫിക്, ആർട്ടിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഈ പ്രദേശത്തിന് തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. ചരിത്രപരമായി പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഏഷ്യയിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ ഇത് ഒരു കരപ്പാലമായി വർത്തിച്ചിട്ടുണ്ട്. ടാസ്മാനിയയെ ഓസ്ട്രേലിയൻ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ബാസ് കടലിടുക്ക്. ഓസ്ട്രേലിയൻ പ്രധാന ഭൂപ്രദേശത്തിനും ടാസ്മാനിയ ദ്വീപിനും ഇടയിലുള്ള ഒരു കടലിടുക്കാണിത്. ഇത് തെക്കൻ മഹാസമുദ്രത്തെ ടാസ്മാൻ കടലുമായി ബന്ധിപ്പിക്കുന്നു. താരതമ്യേന ആഴം കുറഞ്ഞ ഈ കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിന് പ്രധാനപ്പെട്ടതാണ്. കരിങ്കടലിനെ മർമര കടലുമായി ബന്ധിപ്പിക്കുകയും ഏഷ്യൻ തുർക്കിയെ യൂറോപ്യൻ തുർക്കിയിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ബോസ്ഫറസ് കടലിടുക്ക്. തുർക്കിയുടെ ഇസ്താംബുൾ നഗരത്തിലൂടെ കടന്നുപോകുന്ന ഈ കടലിടുക്ക് യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്നു. ഇത് കരിങ്കടലിനെ മർമര കടലുമായി ബന്ധിപ്പിക്കുന്നു. തന്ത്രപ്രധാനമായ ഒരു ജലപാതയാണിത്. ഇംഗ്ലീഷ് ചാനലിനെയും നോർത്ത് കടലിനെയും ബന്ധിപ്പിക്കുകയും ഇംഗ്ലണ്ടിനെ ഫ്രാൻസിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ഡോവർ കടലിടുക്ക്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണിത്. ഇംഗ്ലീഷ് ചാനലിനെയും നോർത്ത് കടലിനെയും ഇത് ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നാണിത്. ഒമാൻ ഉൾക്കടലിനെ പേർഷ്യൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുകയും UAE, ഒമാൻ എന്നീ രാജ്യങ്ങളെ ഇറാനിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ഹോർമുസ് കടലിടുക്ക്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിലൊന്നാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയുടെ വലിയൊരു പങ്ക് ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഈ കടലിടുക്കിന് ഏകദേശം 39 കിലോമീറ്റർ 21 നോട്ടിക്കൽ മൈൽ വീതിയുണ്ട്. തെക്കൻ ചൈന കടലിനെ ആൻഡമാൻ കടലുമായി ബന്ധിപ്പിക്കുകയും മലായ പെനിൻസുലയെ ഇന്തോനേഷ്യൻ ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? മലാക്ക കടലിടുക്ക്. മലാക്ക കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്നാണ്. ഇത് ഏഷ്യയുടെ പ്രധാന സമുദ്ര വ്യാപാര പാതയായി വർത്തിക്കുകയും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ മിഡിൽ ഈസ്റ്റുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കടലിടുക്കിന് ഏകദേശം 800 കിലോമീറ്ററിലധികം നീളമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മഡഗാസ്കർ ദ്വീപിനെ മൊസാംബിക്കിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? മൊസാംബിക് കടലിടുക്ക്. മൊസാംബിക് കടലിടുക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളമേറിയ കടലിടുക്കുകളിൽ ഒന്നാണ്. ഏകദേശം 460 കിലോമീറ്റർ വീതിയുള്ള ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന തന്ത്രപ്രധാനമായ പാതയാണ്. ഇതിലൂടെ കപ്പൽ ഗതാഗതം കൂടുതലായി നടക്കുന്നു. ബംഗാൾ ഉൾക്കടലിനെ മന്നാർ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുകയും ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. പാക് കടലിടുക്കിന് ഏകദേശം 53 മുതൽ 82 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ആദംസ് ബ്രിഡ്ജ്, രാമസേതു ഈ കടലിടുക്കിലൂടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും മത്സ്യബന്ധന മേഖലയിൽ തന്ത്രപ്രധാനമായ പങ്ക് വഹിക്കുന്നു.
ഇന്ത്യൻ മഹാസമുദ്രത്തെ ജാവ കടലുമായി ബന്ധിപ്പിക്കുകയും ഇന്തോനേഷ്യൻ ദ്വീപുകളായ ജാവയെയും സുമാത്രയെയും വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? സുന്ദ കടലിടുക്ക്. സുന്ദ കടലിടുക്ക് ഇന്തോനേഷ്യൻ ദ്വീപുകളായ ജാവയ്ക്കും സുമാത്രയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തെ ജാവ കടലുമായി ബന്ധിപ്പിക്കുന്ന ഈ കടലിടുക്ക്, പ്രത്യേകിച്ച് ടാങ്കറുകൾക്ക് ഒരു പ്രധാന കപ്പൽ പാതയാണ്. ഇതിന്റെ കിഴക്കേ അറ്റത്താണ് ക്രക്കറ്റോവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അറാബുറ കടലിനെ പവിഴക്കടലുമായി പസഫിക് മഹാസമുദ്രം ബന്ധിപ്പിക്കുകയും ഓസ്ട്രേലിയയെ പാപുവ ന്യൂ ഗിനിയയിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ടോറസ് കടലിടുക്ക്. ടോറസ് കടലിടുക്ക് ഓസ്ട്രേലിയയുടെ കേപ്പ് യോർക്ക് പെനിൻസുലയ്ക്കും പാപുവ ന്യൂ ഗിനിയയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 150 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് താരതമ്യേന ആഴം കുറഞ്ഞതാണ്. ഇത് പ്രാദേശിക മത്സ്യബന്ധനത്തിനും സംസ്കാരത്തിനും പ്രാധാന്യമുള്ളതാണ്. ജപ്പാൻ കടലിനെ പസഫിക് മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുകയും ജപ്പാനിലെ ഹോൺഷുവിനെയും ഹൊക്കൈഡോയെയും വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? സുഗാരു കടലിടുക്ക്. സുഗാരു കടലിടുക്ക് ജപ്പാനിലെ പ്രധാന ദ്വീപുകളായ ഹോൺഷുവിനെയും ഹൊക്കൈഡോയെയും വേർതിരിക്കുന്നു. ഈ കടലിടുക്കിനടിയിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കങ്ങളിലൊന്നായ സെയ്കാൻ ടണൽ കടന്നുപോകുന്നത്. ഇത് പ്രധാനമായും പ്രാദേശിക ഗതാഗതത്തിനും വ്യാപാരത്തിനും സഹായിക്കുന്നു. മെക്സിക്കോ ഉൾക്കടലിനെ കരീബിയൻ കടലുമായി ബന്ധിപ്പിക്കുകയും മെക്സിക്കോയെ ക്യൂബയിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? യുക്കാറ്റൻ കടലിടുക്ക്. യുക്കാറ്റൻ കടലിടുക്ക് മെക്സിക്കോയുടെ യുക്കാറ്റൻ പെനിൻസുലയ്ക്കും ക്യൂബയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് മെക്സിക്കോ ഉൾക്കടലിനെയും കരീബിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നു. ഇത് പ്രാദേശിക സമുദ്ര ഗതാഗതത്തിന് പ്രധാനമാണ്. ലിറ്റിൽ ആൻഡമാൻ ദ്വീപിനെ കാർ നിക്കോബാർ ദ്വീപിൽ നിന്ന് വേർതിരിക്കുകയും ബംഗാൾ ഉൾക്കടലിനെ ആൻഡമാൻ കടലുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ചാനൽ ഏതാണ്? 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനൽ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ആൻഡമാൻ ദ്വീപുകളെ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്നു. ഈ ചാനലിന് ഏകദേശം 150 കിലോമീറ്റർ വീതിയുണ്ട്. ഇത് ഈ പ്രദേശത്തെ സമുദ്ര ഗതാഗതത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷദ്വീപ് സമൂഹത്തിലെ കൽപ്പേനി ദ്വീപിനെ സുഹേലി പാറിൽ നിന്നും മാലിക് അറ്റോളിൽ മിനിക്കോയിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 9 ഡിഗ്രി ചാനൽ. 9 ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിന്റെ ഭാഗമായ മിനിക്കോയ് ദ്വീപിനെ മറ്റ് ലക്ഷദ്വീപ് സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ഇതിന് ഏകദേശം 200 കിലോമീറ്ററോളം വീതിയുണ്ട്. ഈ ചാനൽ ഈ മേഖലയിലെ സമുദ്ര ഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. എന്താണ് രണ്ട് വലിയ ജലാശയങ്ങളെ ബന്ധിപ്പിക്കുകയും രണ്ട് കരഭാഗങ്ങളെ വേർതിരിക്കുകയും ചെയ്യുന്ന ഒരു ഇടുങ്ങിയ ജലപാത? കടലിടുക്ക്. ഒരു കടലിടുക്ക് എന്നത് രണ്ട് വലിയ ജലാശയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും രണ്ട് കരഭാഗങ്ങളെ വേർതിരിക്കുകയും ചെയ്യുന്ന ഇടുങ്ങിയ ഒരു പ്രകൃതിദത്ത ജലപാതയാണ്. തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളായതിനാൽ ഇവയ്ക്ക് ഭൗമരാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഏകദേശം 6650 കിലോമീറ്റർ നീളമുള്ള ആഫ്രിക്കയിലൂടെ ഒഴുകി മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? നൈൽ നദി. ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് നൈൽ നദി. കിഴക്കൻ ആഫ്രിക്കയിലെ ബുറുണ്ടിയിൽ നിന്ന് ഉത്ഭവിച്ച് 11 രാജ്യങ്ങളിലൂടെ ഒഴുകി മെഡിറ്ററേനിയൻ കടലിൽ പതിക്കുന്ന ഇത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ജീവനാഡിയായി അറിയപ്പെടുന്നു. ഏകദേശം 6400 കിലോമീറ്റർ നീളമുള്ള തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുകയും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ രണ്ടാമത്തെ നീളമുള്ള നദി ഏതാണ്? ആമസോൺ നദി. ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ നദി. നീളത്തിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും ജലപ്രവാഹത്തിന്റെ അളവിൽ ലോകത്തിലെ ഏറ്റവും വലുതാണിത്. ആമസോൺ മഴക്കാടുകളിലൂടെ ഒഴുകുന്ന ഈ നദി ജൈവവൈവിധ്യത്തിന്റെ കലവറയാണ്. ഏകദേശം 6300 കിലോമീറ്റർ നീളമുള്ള ചൈനയിൽ സ്ഥിതി ചെയ്യുകയും കിഴക്കൻ ചൈന കടലിൽ പതിക്കുകയും ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? യാങ്സി നദി. ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് യാങ്സി നദി. ഇത് പൂർണ്ണമായും ഒരു രാജ്യത്തിനുള്ളിലൂടെ ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദികളിൽ ഒന്നാണ്. ചൈനയുടെ തെക്ക്, മധ്യ, കിഴക്കൻ പ്രദേശങ്ങളിലെ പ്രധാന ഗതാഗത മാർഗവും സാമ്പത്തിക കേന്ദ്രവുമാണിത്.
ഏകദേശം 6275 കിലോമീറ്റർ നീളമുള്ള മെക്സിക്കോ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രധാന നദീവ്യൂഹം ഏതാണ്? മിസിസിപ്പി മിസോറി നദീവ്യൂഹം. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് മിസിസിപ്പി മിസോറി നദീവ്യൂഹം. അമേരിക്കൻ ഐക്യനാടുകളിലെ വലിയൊരു പ്രദേശത്തെ ജലസേചനം ചെയ്യുന്ന ഈ നദിക്ക് ചരിത്രപരമായും സാമ്പത്തികമായും വലിയ പ്രാധാന്യമുണ്ട്. ഏകദേശം 5539 കിലോമീറ്റർ നീളമുള്ള ആർട്ടിക് സമുദ്രത്തിലെ കാരാ കടലിലേക്ക് ഒഴുകുന്ന റഷ്യയിലെ പ്രധാന നദീവ്യൂഹം ഏതാണ്? യെനിസി അങ്കാര സെലങ്കെ നദീവ്യൂഹം. റഷ്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹങ്ങളിലൊന്നാണ് യെനിസി അങ്കാര സെലങ്കെ. മംഗോളിയയിൽ നിന്ന് ഉത്ഭവിച്ച് സൈബീരിയയിലൂടെ വടക്കോട്ടൊഴുകി ആർട്ടിക് സമുദ്രത്തിൽ പതിക്കുന്ന ഈ നദിക്ക് സൈബീരിയയുടെ വികസനത്തിൽ വലിയ പങ്കുണ്ട്. ഏകദേശം 5464 കിലോമീറ്റർ നീളമുള്ള ചൈനയിലെ പ്രധാന നദിയും ഹുവാങ് ഹെ എന്നും അറിയപ്പെടുകയും ബോഹായ് കടലിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന നദി ഏതാണ്? മഞ്ഞനദി, ഹുവാങ് ഹെ. ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന മഞ്ഞനദി ചൈനീസ് നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. നദിയുടെ ചെളി നിറഞ്ഞ മഞ്ഞ നിറം കാരണം ഇതിന് മഞ്ഞനദി എന്ന പേര് ലഭിച്ചു. ഏകദേശം 5410 കിലോമീറ്റർ നീളമുള്ള ഏഷ്യയിലെ പ്രധാന നദീവ്യൂഹവും ഓബ് ഉൾക്കടലിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന നദീവ്യൂഹം ഏതാണ്? ഓബ് ഇർത്തിഷ് നദീവ്യൂഹം. പടിഞ്ഞാറൻ സൈബീരിയയിലൂടെ ഒഴുകുന്ന ഓബ് ഇർത്തിഷ് നദീവ്യൂഹം റഷ്യയിലെ പ്രധാന ജലപാതകളിൽ ഒന്നാണ്. ഈ നദി കാർഷിക, വ്യാവസായിക ആവശ്യങ്ങൾക്കും ഗതാഗതത്തിനും ഉപയോഗിക്കുന്നു. ഏകദേശം 4880 കിലോമീറ്റർ നീളമുള്ള റിയോ ഡി ലാ പ്ലാറ്റ അഴിമുഖം വഴി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്ന തെക്കേ അമേരിക്കയിലെ പ്രധാന നദീവ്യൂഹം ഏതാണ്? പരാന, റിയോ ഡി ലാ പ്ലാറ്റ നദീവ്യൂഹം. തെക്കേ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നദീവ്യൂഹമാണ് പരാന റിയോ ഡി ലാ പ്ലാറ്റ. ബ്രസീൽ, പരാഗ്വേ, അർജന്റീന എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ നദിക്ക് ജലവൈദ്യുത ഉൽപാദനത്തിലും ഗതാഗതത്തിലും വലിയ പ്രാധാന്യമുണ്ട്. ഏകദേശം 4700 കിലോമീറ്റർ നീളമുള്ള സൈർ എന്നും അറിയപ്പെടുന്ന ആഫ്രിക്കയിലെ പ്രധാന നദിയും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന നദി ഏതാണ്? കോങ്കോ ചാംബേഷി നദീവ്യൂഹം, കോങ്കോ നദി. ആഫ്രിക്കയിലെ രണ്ടാമത്തെ വലിയ നദിയും ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദിയുമാണ് കോങ്കോ നദി. ഇത് മധ്യ ആഫ്രിക്കയിലെ ഒരു വലിയ പ്രദേശത്തിന് ജലം നൽകുകയും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത സാധ്യതകളിലൊന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഏകദേശം 4444 കിലോമീറ്റർ നീളമുള്ള ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഏത് നദീവ്യൂഹമാണ് ഒഗോട്സ്ക് കടലിലേക്ക് ഒഴുകുന്നത്? അമുർ അർഗുൺ നദീവ്യൂഹം. അമുർ അർഗുൺ നദീവ്യൂഹം കിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന നദീവ്യൂഹമാണ്. മംഗോളിയ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിലൂടെ ഇത് ഒഴുകുകയും ഒഗോട്സ്ക് കടലിൽ പതിക്കുകയും ചെയ്യുന്നു. അതിന്റെ നീളം ഏകദേശം 4444 കിലോമീറ്ററാണ്. ശനിയുടെ ശരാശരി സാന്ദ്രതയുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ശരാശരി സാന്ദ്രത വെള്ളത്തേക്കാൾ കുറവാണ്, അതായത് വലിയൊരു ജലാശയത്തിൽ വെച്ചാൽ ഇത് പൊങ്ങിക്കിടക്കും. സൗരയൂഥത്തിലെ ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ ശരാശരി സാന്ദ്രത വെള്ളത്തേക്കാൾ കുറവായതിനാൽ സാങ്കൽപ്പികമായി ഒരു വലിയ ജലാശയത്തിൽ വെച്ചാൽ അത് പൊങ്ങിക്കിടക്കും. ഇത് ശനിയുടെ വാതക സ്വഭാവം വ്യക്തമാക്കുന്നു. സൂര്യനെ ഒരു തവണ വലം വെക്കാൻ ശനിക്ക് എത്ര സമയമെടുക്കും? ഏകദേശം 29.456 ഭൗമവർഷങ്ങൾ. ശനിക്ക് സൂര്യനെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 29.456 ഭൗമവർഷങ്ങൾ വേണ്ടിവരും. ഇത് അതിന്റെ പരിക്രമണ കാലഘട്ടമാണ്. ഈ സമയദൈർഘ്യം ശനിയുടെ സൗരയൂഥത്തിലെ ദൂരത്തെയും വേഗതയെയും ആശ്രയിച്ചിരിക്കുന്നു. യുറാനസ് ഗ്രഹം കണ്ടുപിടിച്ചത് ആരാണ്? ഏതു വർഷമാണ്? വില്യം ഹെർഷൽ, 1781 ആഡിൽ. വില്യം ഹെർഷൽ 1781 മാർച്ച് 13-നാണ് യുറാനസ് ഗ്രഹത്തെ കണ്ടെത്തിയത്. ഇത് സൗരയൂഥത്തിൽ ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹമാണ്. ഇത് ഒരു വാൽനക്ഷത്രമാണെന്ന് ആദ്യകാലത്ത് തെറ്റിദ്ധരിച്ചിരുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വലുപ്പത്തിന്റെ കാര്യത്തിൽ യുറാനസിന്റെ സ്ഥാനം എന്താണ്? ഇത് മൂന്നാമത്തെ വലിയ ഗ്രഹമാണ്. യുറാനസ് സൗരയൂഥത്തിലെ മൂന്നാമത്തെ വലിയ ഗ്രഹമാണ്. വ്യാഴം, ശനി എന്നിവയ്ക്ക് പിന്നിലാണ് ഇതിന്റെ സ്ഥാനം. വ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഭൂമിയേക്കാൾ ഏകദേശം 4 ഇരട്ടി വലുതാണ്.
സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ യുറാനസ് എത്ര സമയമെടുക്കും? 84.07 ഭൗമവർഷങ്ങൾ. സൂര്യനെ ഒരു തവണ ചുറ്റാൻ യുറാനസിന് ഏകദേശം 84 ഭൗമവർഷങ്ങൾ ആവശ്യമാണ്. അതിന്റെ സാവധാനത്തിലുള്ള ഭ്രമണവും സൂര്യനിൽ നിന്നുള്ള വലിയ ദൂരവുമാണ് ഈ ദൈർഘ്യത്തിന് കാരണം. യുറാനസിന്റെ ഭ്രമണദിശയുടെ പ്രത്യേകത എന്താണ്? മിക്ക ഗ്രഹങ്ങളും പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നതെങ്കിൽ ഇത് അതിന്റെ അച്ചുതണ്ടിൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടാണ് കറങ്ങുന്നത്. മിക്ക ഗ്രഹങ്ങളും പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. എന്നാൽ യുറാനസും ശുക്രനും കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടാണ് കറങ്ങുന്നത്. ഈ പ്രത്യേകതയെ റിട്രോഗ്രേഡ് റൊട്ടേഷൻ എന്ന് പറയുന്നു. സൗരയൂഥത്തിൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏവ? ശുക്രനും യുറാനസും. സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും മാത്രമാണ് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് റിട്രോഗ്രേഡ് ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ. മറ്റ് ഗ്രഹങ്ങൾ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. യുറാനസ് അതിന്റെ വശത്ത് ചരിഞ്ഞുകിടക്കുന്നതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് 97.8 ഡിഗ്രി ആയതുകൊണ്ട്. യുറാനസിന്റെ അച്ചുതണ്ട് അതിന്റെ പരിക്രമണതലത്തിൽ നിന്ന് 97.8 ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാരണം യുറാനസ് അതിന്റെ വശത്ത് ചരിഞ്ഞുകിടക്കുന്നതായി കാണപ്പെടുന്നു. ഒരു വലിയ കൂട്ടിയിടിയാണ് ഈ അസാധാരണമായ ചരിവിന് കാരണമായതെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. യുറാനസിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ടൈറ്റാനിയ. ടൈറ്റാനിയ ആണ് യുറാനസിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഇതിനെ 1787-ൽ വില്യം ഹെർഷൽ തന്നെയാണ് കണ്ടെത്തിയത്. ഇതിന് താരതമ്യേന വലിയ ഗർത്തങ്ങളുണ്ട്. സൗരയൂഥത്തിൽ ഇതുവരെ അളന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ ഗ്രഹം ഏതാണ്? യുറാനസ്. സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹങ്ങളിലൊന്നാണ് യുറാനസ്. അതിന്റെ അന്തരീക്ഷത്തിൽ -224 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സൂര്യനിൽ നിന്നുള്ള വലിയ ദൂരം കാരണമാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം. ഇത് സൗരയൂഥത്തിലെ 8ാമത്തെയും അവസാനത്തെയും ഗ്രഹമാണ്. ഇതിന് 14 ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ നെപ്റ്റ്യൂൺ എത്ര സമയമെടുക്കും? ഏകദേശം 165 ഭൗമവർഷങ്ങൾ. സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ നെപ്റ്റ്യൂണിന് ഏകദേശം 165 ഭൗമവർഷങ്ങൾ ആവശ്യമാണ്. സൂര്യനിൽ നിന്നുള്ള അതിന്റെ വലിയ ദൂരവും സാവധാനത്തിലുള്ള ഭ്രമണപഥവുമാണ് ഈ ദൈർഘ്യത്തിന് കാരണം. നെപ്റ്റ്യൂൺ കണ്ടെത്തിയത് ആരാണ്? ഏതു വർഷമാണ്? 1846-ൽ ജൊഹാൻ ഗാലെ. ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജൊഹാൻ ഗാലെ 1846 സെപ്റ്റംബർ 23-നാണ് നെപ്റ്റ്യൂൺ കണ്ടെത്തിയത്. യുർബേനിലെ വെറിയറുടെ ഗണിതശാസ്ത്ര പ്രവചനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ ഗ്രഹം നിരീക്ഷിച്ചത്. സൗരയൂഥത്തിലെ 8ാമത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ട്രൈറ്റൺ. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. സൗരയൂഥത്തിലെ ഏറ്റവും തണുപ്പുള്ള ഉപഗ്രഹങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ട്രൈറ്റൺ അതിന്റെ ഗ്രഹത്തിന്റെ ഭ്രമണദിശയ്ക്ക് വിപരീതമായി കറങ്ങുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു സവിശേഷതയാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള കുള്ളൻ ഗ്രഹങ്ങൾ എത്രയാണ്? 5. നിലവിൽ നമ്മുടെ സൗരയൂഥത്തിൽ 5 കുള്ളൻ ഗ്രഹങ്ങളെയാണ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്: പ്ലൂട്ടോ, എറിസ്, സെറസ്, മഗെമഗെ, ഹൌമിയ. 2006-ൽ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ (IAU) ആണ് കുള്ളൻ ഗ്രഹങ്ങളെ നിർവചിച്ചത്. ഒരു ആകാശഗോളത്തെ കുള്ളൻ ഗ്രഹമായി തരംതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അത് സൂര്യനെ ചുറ്റുന്നതായിരിക്കണം, സ്വന്തം ഗുരുത്വാകർഷണം കാരണം ഗോളാകൃതിയിലാകാൻ മാത്രം പിണ്ഡമുള്ളതായിരിക്കണം, അതിന്റെ ഭ്രമണപഥത്തിലെ മറ്റു വസ്തുക്കളെ നീക്കം ചെയ്തിട്ടുണ്ടാകരുത്. ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ (IAU) 2006-ൽ നിർവചിച്ചതനുസരിച്ച് ഒരു കുള്ളൻ ഗ്രഹത്തിന് 3 പ്രധാന മാനദണ്ഡങ്ങളുണ്ട്. അത് സൂര്യനെ ചുറ്റുന്നു, സ്വന്തം ഗുരുത്വാകർഷണം കാരണം ഒരു ഗോളത്തിന്റെ ആകൃതി നിലനിർത്താൻ കഴിയുന്നത്ര വലുതാണ്, എന്നാൽ അതിന്റെ ഭ്രമണപഥം മറ്റു വസ്തുക്കളിൽ നിന്ന് തെളിയിച്ചിട്ടില്ല, ക്ലിയർ ഇറ്റ്സ് ഓർബിറ്റൽ നെയ്ബർഹുഡ് എന്നതാണ് ആ മാനദണ്ഡങ്ങൾ. പ്ലൂട്ടോയെ എപ്പോഴാണ് ഒരു കുള്ളൻ ഗ്രഹമായി പുനർവർഗീകരിച്ചത്? എന്തുകൊണ്ട്?
2006 ഓഗസ്റ്റ് 24 പ്രാഗിൽ നടന്ന IAEA സമ്മേളനത്തിൽ പൂർണ്ണവളർച്ചയെത്തിയ ഒരു ഗ്രഹത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ്, പ്രത്യേകിച്ചും അതിന്റെ ഭ്രമണപഥത്തിലെ മറ്റു വസ്തുക്കളെ നീക്കം ചെയ്യാത്തതുകൊണ്ട്. 2006 ഓഗസ്റ്റ് 24 പ്രാഗിൽ നടന്ന ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയന്റെ IAEA സമ്മേളനത്തിലാണ് പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹമായി പുനർവർഗീകരിച്ചത്. ഒരു ഗ്രഹത്തിന്റെ മൂന്നാമത്തെ മാനദണ്ഡമായ അതിന്റെ ഭ്രമണപഥത്തിലെ മറ്റു വസ്തുക്കളെ നീക്കം ചെയ്യുക എന്നത് പ്ലൂട്ടോ പാലിക്കാത്തതായിരുന്നു ഇതിന് കാരണം. പ്ലൂട്ടോയെ കണ്ടെത്തിയത് ആരാണ്? ഏതു വർഷമാണ്? 1930-ൽ ക്ലൈഡ് വില്യം ടോംബോ. അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ക്ലൈഡ് വില്യം ടോംബോയാണ് 1930 ഫെബ്രുവരി 18 പ്ലൂട്ടോയെ കണ്ടെത്തിയത്. ലോവൽ ഒബ്സർവേറ്ററിയിൽ വെച്ചാണ് അദ്ദേഹം ഈ കുള്ളൻ ഗ്രഹം നിരീക്ഷിച്ചത്. അന്ന് ഇത് സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുമായി ടൈഡൽ ലോക്കിലായിരിക്കുന്നതിനാൽ ചന്ദ്രന്റെ ഒരേ ഭാഗം മാത്രമാണ് എപ്പോഴും ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത്. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണിത്. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ ഭ്രമണം ചെയ്യാനും അതിന്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാനും എത്ര സമയമെടുക്കും? ഏകദേശം 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ ഭ്രമണം ചെയ്യാനും സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാനും ഏകദേശം 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും എടുക്കും. ഈ ഒരേ കാലയളവ് കാരണം ചന്ദ്രന്റെ ഒരേ ഭാഗം മാത്രമാണ് എല്ലായ്പ്പോഴും ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത്. ഈ പ്രതിഭാസത്തെ ടൈഡൽ ലോക്കിംഗ് എന്ന് പറയുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത്? 59% മാത്രം. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ അച്ചുതണ്ടിന്റെ ചരിവ്, ഭൂമിയുടെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെ വേഗതയിലെ വ്യതിയാനം, ലിബറേഷൻ എന്നിവ കാരണം ചന്ദ്രന്റെ 59% ഉപരിതലം ഭൂമിയിൽ നിന്ന് ദൃശ്യമാകും. ചന്ദ്രൻ ഭൂമിയുമായി ടൈഡൽ ലോക്കിലാണെങ്കിലും ഈ പ്രതിഭാസം കാരണം ചന്ദ്രന്റെ ഒരു വശം പൂർണ്ണമായി മറഞ്ഞിരിക്കുന്നില്ല. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ശരാശരി ദൂരം എത്രയാണ്? 3,84,400 കിലോമീറ്റർ. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ശരാശരി ദൂരം ഏകദേശം 3,84,400 കിലോമീറ്ററാണ്. ഈ ദൂരം ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ എലിപ്റ്റിക്കൽ സ്വഭാവം കാരണം വ്യത്യാസപ്പെടാറുണ്ട്. അതായത് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ പെരിജി 3,63,104 കിലോമീറ്ററും ഏറ്റവും അകലെയായിരിക്കുമ്പോൾ അപ്പോജി 4,05,696 കിലോമീറ്ററും വരെയാകാം. ഒരു പൗർണമിയിൽ നിന്ന് അടുത്ത പൗർണമിയിലേക്ക് ചന്ദ്രൻ എടുക്കുന്ന സമയത്തിന് പറയുന്ന പേരെന്ത്? ഒരു ചാന്ദ്രമാസം അഥവാ സിനോഡിക് മാസം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ സൂര്യനെ അപേക്ഷിച്ച് ഒരേ സ്ഥാനത്ത് എത്താൻ എടുക്കുന്ന സമയമാണിത്. ഏകദേശം 29.5 ദിവസമാണ് ഒരു സിനോഡിക് മാസത്തിന്റെ ദൈർഘ്യം. ഇത് കലണ്ടർ മാസങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പൗർണമി ഘട്ടത്തിൽ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം എന്താണ്? സൂപ്പർമൂൺ അഥവാ പൂർണ്ണ പെരിജി ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഒരു ദീർഘവൃത്താകാര പാതയിലൂടെയാണ്. ഈ പാതയിൽ ഭൂമിയോട് ഏറ്റവും അടുത്തുവരുന്ന ബിന്ദുവിനെ പെരിജി എന്ന് പറയുന്നു. ഒരു പൗർണമി ദിവസം ചന്ദ്രൻ പെരിജിയിലെത്തുമ്പോൾ സാധാരണയേക്കാൾ വലുതായും തിളക്കമുള്ളതായും കാണപ്പെടും. എന്താണ് ബ്ലൂ മൂൺ? ഒരു കലണ്ടർ മാസത്തിലെ 2ാമത്തെ പൗർണമി. സാധാരണയായി ഒരു കലണ്ടർ മാസത്തിൽ ഒരു പൗർണമി മാത്രമാണ് ഉണ്ടാകുക. എന്നാൽ ചന്ദ്രന്റെ ഭ്രമണവും കലണ്ടർ മാസവും തമ്മിലുള്ള വ്യത്യാസം കാരണം ചിലപ്പോൾ ഒരു മാസത്തിൽ 2 പൗർണമി വരാം. ഇങ്ങനെ വരുന്ന 2ാമത്തെ പൗർണമിയെയാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയ മനുഷ്യർ ആരെല്ലാം? അത് എപ്പോഴായിരുന്നു? 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൾഡ്രിനും. അമേരിക്കയുടെ അപ്പോളോ 11 ദൗത്യത്തിന്റെ ഭാഗമായാണ് നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡ്രിനും ചന്ദ്രനിലിറങ്ങിയത്. മാനവരാശിയുടെ ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഈ സംഭവം. 3ാമത്തെ യാത്രികൻ മൈക്കിൾ കോളിൻസ് കമാൻഡ് മൊഡ്യൂളിൽ ചന്ദ്രനെ ചുറ്റി. അപ്പോളോ 11 ദൗത്യം ചന്ദ്രനിൽ എവിടെയാണ് ഇറങ്ങിയത്? സീ ഓഫ് ട്രാങ്ക്വിലിറ്റി, മയ ട്രാങ്ക്വിലിറ്റാറ്റിസ്.
ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഇരുണ്ടതും നിരപ്പുള്ളതുമായ ഒരു പ്രദേശമാണ് സീ ഓഫ് ട്രാൻക്വിലിറ്റി. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിലെ ഇരുണ്ട പാടുകളായി ഇവ കാണപ്പെടുന്നു. ഈ പ്രദേശം അപ്പോളോ 11 ദൗത്യത്തിന് അനുയോജ്യമായ ഒരു ലാൻഡിംഗ് സൈറ്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന ആകാശപ്രതിഭാസം എന്താണ്? ഒരു ചാന്ദ്രഗ്രഹണം. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് ചാന്ദ്രഗ്രഹണം. ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ വരുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിൽ എത്തുന്നത് ഭൂമിയുടെ നിഴൽ തടയുന്നു. ഇത് ചന്ദ്രനെ ഭാഗികമായോ പൂർണ്ണമായോ ഇരുണ്ടതാക്കുന്നു. ഏത് ചന്ദ്രന്റെ ഘട്ടത്തിലാണ് ചാന്ദ്രഗ്രഹണം എപ്പോഴും സംഭവിക്കുന്നത്? ഒരു പൗർണമി ദിനത്തിൽ. ചാന്ദ്രഗ്രഹണം സംഭവിക്കാൻ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരണം. ഈ അവസ്ഥ പൗർണമി ദിനത്തിൽ മാത്രമേ സംഭവിക്കൂ, കാരണം അപ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായി പ്രകാശിക്കുന്നത്. അമാവാസി ദിനത്തിൽ സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമിക്കു പകരം ചന്ദ്രൻ വരുന്നു, അപ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കാം. എന്തുകൊണ്ടാണ് ബ്ലഡ് മൂൺ എന്ന പ്രതിഭാസമുണ്ടാകുന്നത്? പൂർണ്ണ ചാന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷം നീല വെളിച്ചത്തെ ചിതറിക്കുകയും ചുവപ്പ് വെളിച്ചം ചന്ദ്രനിലേക്ക് എത്താൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നു. പൂർണ്ണ ചാന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടാറുണ്ട്. ഇതിനെയാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ നീലനിറത്തിലുള്ള തരംഗദൈർഘ്യമുള്ള പ്രകാശത്തെ ചിതറിക്കുകയും ചുവപ്പ് നിറത്തിലുള്ള തരംഗദൈർഘ്യമുള്ള പ്രകാശം ചന്ദ്രനിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. സൗരയൂഥത്തിലെ പ്രധാന ചിഹ്നഗ്രഹ ബെൽറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഭ്രമണപഥങ്ങൾക്കിടയിൽ. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലായി ദശലക്ഷക്കണക്കിന് ചിഹ്നഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് പ്രധാന ചിഹ്നഗ്രഹ ബെൽറ്റ്. നമ്മുടെ സൗരയൂഥത്തിലെ ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇവയെല്ലാം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ചിഹ്നഗ്രഹങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? അവ സൗരയൂഥത്തിന്റെ ആദ്യകാല രൂപീകരണത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥം രൂപപ്പെട്ടപ്പോൾ ഗ്രഹങ്ങളായി മാറാൻ കഴിയാതെ പോയ പാറകളും ലോഹങ്ങളും ചേർന്ന അവശിഷ്ടങ്ങളാണ് ചിഹ്നഗ്രഹങ്ങളായി മാറിയത്. വ്യാഴത്തിന്റെ ശക്തമായ ഗുരുത്വാകർഷണം മൂലം ഈ അവശിഷ്ടങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വലിയ ഗ്രഹങ്ങളാകാൻ കഴിഞ്ഞില്ല. വാൽനക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കല്ല്, പൊടി, ഐസ്, വാതകം എന്നിവയുടെ ചെറിയ ശകലങ്ങൾ. വാൽനക്ഷത്രങ്ങൾ സൗരയൂഥത്തിലെ തണുത്തുറഞ്ഞ ചെറിയ പാറകളും പൊടിപടലങ്ങളും വാതകങ്ങളും ചേർന്ന കരവസ്തുക്കളാണ്. സൂര്യനെ സമീപിക്കുമ്പോൾ ഇവയിലെ ഐസ് ദ്രവിച്ച് വാതകങ്ങളും പൊടിപടലങ്ങളും പുറന്തള്ളി കോമയും വാൽഭാഗവും രൂപപ്പെടുന്നു. ഇവ സാധാരണയായി ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥങ്ങളിൽ സൂര്യനെ ചുറ്റുന്നു. വാൽനക്ഷത്രങ്ങളുടെ വാൽ എപ്പോഴും ഏത് ദിശയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്? എപ്പോഴും സൂര്യനിൽ നിന്ന് അകന്നു. വാൽനക്ഷത്രങ്ങൾ സൂര്യനെ സമീപിക്കുമ്പോൾ സൗരവാതവും സൗരവികിരണവും അവയിലെ വാതകങ്ങളെയും പൊടിപടലങ്ങളെയും സൂര്യനിൽ നിന്ന് അകറ്റുന്നു. അതുകൊണ്ടാണ് വാൽനക്ഷത്രങ്ങളുടെ വാൽ എപ്പോഴും സൂര്യന്റെ എതിർദിശയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വാൽനക്ഷത്രങ്ങളുടെ ഒരു പ്രധാന സവിശേഷതയാണ്. വാൽനക്ഷത്രത്തിന്റെ കോമ എന്നാൽ എന്താണ്? വാൽനക്ഷത്രത്തിന്റെ ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റിയുള്ള ഐസിന്റെയും പൊടിപടലങ്ങളുടെയും വാതകാവരണം അതിന്റെ തലയായി മാറുന്നു. വാൽനക്ഷത്രങ്ങൾ സൂര്യനോടടുക്കുമ്പോൾ അതിന്റെ ഐസ് ചൂടായി വാതകങ്ങളും പൊടിപടലങ്ങളും പുറത്തേക്ക് വരുന്നു. ഇത് ന്യൂക്ലിയസിനെ ചുറ്റി ഒരു മേഘം പോലെ രൂപപ്പെടുന്നു. ഇതിനെയാണ് കോമ എന്ന് പറയുന്നത്. ഈ കോമയാണ് വാൽനക്ഷത്രത്തിന്റെ പ്രധാന തല ഭാഗം. ഒരു ഉൽക്കയുടെ മറ്റൊരു സാധാരണ പേരെന്താണ്? ഒരു പൊഴിയുന്ന നക്ഷത്രം അഥവാ കൊള്ളിമീൻ. ഉൽക്കകൾ ബഹിരാകാശത്തുനിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഘർഷണം കാരണം കത്തിജ്വലിക്കുന്ന പ്രതിഭാസമാണ്. രാത്രികാലങ്ങളിൽ ഇവ ആകാശത്ത് ഒരു നക്ഷത്രം താഴേക്ക് പതിക്കുന്നതുപോലെ കാണുന്നതുകൊണ്ടാണ് പൊഴിയുന്ന നക്ഷത്രം, ഫോളിംഗ് സ്റ്റാർ അഥവാ കൊള്ളിമീൻ എന്ന് ഇവയെ സാധാരണയായി വിളിക്കുന്നത്.